കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്നലെ നടന്ന പ്രഥമ രാത്രി യോഗത്തിൽ മനോഹരമായ ആലോചനകൾ കർത്താവിൻ്റെ ദാസനിൽ നിന്ന് നമുക്ക് ശ്രവിക്കുവാൻ കഴിഞ്ഞു. ഉൽപ്പത്തി പുസ്തകം 1:31 വാക്യത്തിൽ നിന്നും യോഹന്നാന്റെ സുവിശേഷം 19:5 നിന്നും നാം തിരുവെഴുത്തുകളെ ശ്രദ്ധിച്ചു. 6-ാം ദിവസം പൂർത്തിയായപ്പോൾ എത്രയും നല്ലതെന്ന് ദൈവം കണ്ടുവെന്നും പീലാത്തോസ് യേശുവിനെ ചൂണ്ടിക്കൊണ്ട് ആ മനുഷ്യൻ ഇതാ എന്ന് പറഞ്ഞുവെന്നും നാം കാണുവാനിടയായി. ദൈവത്തിന് സ്തോത്രം. അതെ, എല്ലാം നല്ലതാക്കി തീർക്കുവാൻ ഒരുവൻ ഈ ഭൂമിയിലേക്ക് കടന്നു വന്നുവെന്നും പാപത്താൽ താറുമാറായി കടന്ന മനുഷ്യന്റെ ജീവിതത്തെ പുതുക്കി പണിയുവാൻ യേശുവിനെ പിതാവായി ദൈവം ലോകത്തിലേക്ക് അയച്ചുവെന്നും ആ യേശു ഈ ലോകത്തിലേക്ക് വന്ന് തേജസ്സിന്റെ ഒരു സുവിശേഷവും രാജ്യത്തിന്റെ സുവിശേഷവും പ്രചരിപ്പിച്ചുവെന്നും അവൻ ന്യായം പ്രവർത്തിക്കുന്നവനും വിശ്വസ്തത കാണിക്കുന്നവനും ചതഞ്ഞ ഓടയെ ഒടിച്ചു കളയാത്തവനും നാശത്തിന്റെ കുഴിയിൽ നിന്ന് നമ്മുടെ പ്രാണനെ സ്നേഹത്തോടെ വിടിവിക്കുന്നവനുമാണെന്ന് കഴിഞ്ഞ രാത്രിയിൽ നാം കേൾക്കുവാനിടയായി. ആ യേശുവിൽ വിശ്വസിച്ച് മാനസാന്തരപ്പെട്ട് ജലസ്നാനം സ്വീകരിച്ചാൽ ഏറ്റവും നല്ല ദാനമായ പരിശുദ്ധാത്മാവിനെ ലഭിക്കുമെന്നും അതിശ്രേഷ്ഠമായ ഒരു നല്ല സ്ഥലത്ത് ഈ അന്തഃപുരത്തിൽ കർത്താവ് നമ്മെ ആക്കി വെച്ചിരിക്കുന്നുവെന്നും ഏറ്റവും ഉത്തമമായ ദേശവും തോട്ടവും നമുക്ക് നൽകി നമ്മെ ശ്രേഷ്ഠ ഫലങ്ങളാക്കി ഏറ്റവും നല്ല ഫലങ്ങളാക്കി മാറ്റുവാനും ഏറെ നല്ല പ്രത്യാശയും ഏറ്റവും നല്ല വാഗ്ദത്തങ്ങളും ദൈവം നമുക്ക് യേശുവിൽ കൂടി ഒരുക്കി വെച്ചുമെന്നും കേൾക്കുവാനിടയായി. അവസാനമായി ദൈവം നമുക്ക് വേണ്ടി ഏറ്റവും നല്ലതൊന്ന് മുൻകണ്ടുവെന്നും കർത്താവിന്റെ വചനത്തിൽ നാം ചിന്തിച്ചു. ദൈവത്തിന് സ്തോത്രം. ഇന്നത്തെ അല്പസമയത്തെ ധ്യാനത്തിനായി വിശുദ്ധ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായം 57-ാം വാക്യം വായിക്കാം. 1 കൊരിന്ത്യർ 15:57. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിന്റെ പരിശുദ്ധ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. എല്ലാവർക്കും സുപരിചിതമായ ഒരു വേദഭാഗമാണ് വായിച്ചു കേട്ടത്. പ്രത്യേകിച്ച് എല്ലാ അടക്കാരാധനകളിലും നാം വായിച്ചു കേൾക്കുന്ന ഒരു ഭാഗമാകുന്നു. ഈ മാസങ്ങളിൽ ഈ ദിവസങ്ങളിൽ എല്ലാ ആഴ്ചയും ഇത് കേട്ടുകൊണ്ടിരിക്കുകയാകുന്നു. ദൈവത്തിന് സ്തോത്രം. ശ്രേഷ്ഠരായ വിശുദ്ധന്മാർ കാലാകാലങ്ങളായി ഈ വചനത്തിലൂടെ അനുഗ്രഹിക്കപ്പെട്ട സന്ദേശങ്ങൾ നമ്മെ അറിയിച്ചിട്ടുണ്ട്. പുതുതായി പ്രസംഗിക്കുവാനോ പുതുതായി എന്തെങ്കിലും വചനത്തിന്റെ ആഴത്തിൽ നിന്ന് എടുത്തു പറയുവാനോ ഉള്ള പ്രാപ്തി എനിക്കുമില്ല. നമ്മുടെ പൂർവ്വവിശുദ്ധന്മാർ നമ്മോട് ഉപദേശിച്ചതായ കാര്യങ്ങളെ ഒന്നുകൂടി ഓർപ്പിച്ചുണർത്തുന്നതേ ഉള്ളൂ. അനുഗ്രഹിക്കപ്പെട്ട കർത്താവിന്റെ തിരുവചനത്തിനായി കണ്ണുകളെ അടച്ച് കരങ്ങളെ ഉയർത്തി ഒരു നിമിഷം സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. കർത്താവ് ദൈവസിംഹാസനത്തിൽ നിന്ന് ഈ വചന മുഖാന്തരം നമ്മോട് ഇടപെടേണ്ടതിനായി ശക്തിയോടെ ഒരു നിമിഷം സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. ഹല്ലേലൂയ. ഇന്നലെ നാം കേട്ടു, ആ മനുഷ്യൻ ഇതാ. ആ മനുഷ്യൻ എല്ലാം ഏറ്റവും നല്ലതാക്കി തീർക്കുവാൻ വന്നു. ദൈവത്തിന് സ്തോത്രം. ഇന്ന് അല്പസമയം നാം ചിന്തിക്കുന്നത്, ആ മനുഷ്യൻ നമുക്ക് സകലത്തിലും ജയം തരുവാനായി വന്നിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. എല്ലാം നല്ലതാക്കി തീർക്കുവാൻ വന്ന മനുഷ്യൻ അതോടുകൂടി അവസാനിപ്പിക്കുന്നില്ല. മനുഷ്യ ജീവിതത്തിൽ ആത്യന്തികമായി ഒരു ജയം പ്രാപിക്കുവാനായി, ജയം നൽകുവാനായി, തരുവാനായി ആ മനുഷ്യൻ അഥവാ യേശു ക്രിസ്തു ആഗ്രഹിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. കൊരിന്ത്യ ലേഖനമെന്നത് വിശുദ്ധ പൗലോസിനാൽ എഴുതപ്പെട്ടതാകുന്നു. നമുക്കറിയാം, കൊരിന്ത് അല്ലെങ്കിൽ കൊരിന്ത്യ എന്ന പട്ടണം ഒരു പുരാതനമായ ഗ്രീസിലുള്ള പട്ടണമായിരുന്നു. എന്നാൽ യേശുക്രിസ്തുവിന് 146 വർഷങ്ങൾക്ക് മുമ്പേ റോമൻ ഭരണകൂടത്താൽ അത് വല്ലാതെ നശിപ്പിക്കപ്പെടുവാനിടയായി തീർന്നു. എങ്കിലും BC 46-ാം ആണ്ടിൽ ജൂലിയസ് സീസർ വീണ്ടും ആ പട്ടണത്തെ പുതുക്കി പണിയുകയും അത് വളർന്ന് ഒരു വലിയ പട്ടണമായി തീരുകയും അഖായ എന്ന സംസ്ഥാനത്തിന്റെ തലസ്ഥാനമായി തീരുകയും ചെയ്തു. ദൈവത്തിന് സ്തോത്രം. പൗലോസിന്റെ നാളുകളിൽ ഏകദേശം ആ പട്ടണത്തിൽ 7 ലക്ഷത്തോളമായിരുന്നു ജനസംഖ്യ. എന്നാൽ അതിൽ 2 ഭാഗവും അടിമകളായിരുന്നു. മാത്രമല്ല, കൊരിന്ത്യ പട്ടണം വിഗ്രഹങ്ങളെ കൊണ്ടും ക്ഷേത്രങ്ങളെ കൊണ്ടും നിറഞ്ഞിരുന്നു. അധാർമികമായ ജീവിതവും എല്ലാം അവിടെ കൊടികുത്തി വാണുകൊണ്ടിരുന്നു.
ലോകത്തിന്റെ വാണിജ്യ വ്യാപാര താൽപര്യ കേന്ദ്രങ്ങളിൽ ഒന്നായിരുന്നു ഈ കോരിന്ത് പട്ടണം. ദൈവത്തിന് സ്തോത്രം. എന്തൊക്കെയായിരുന്നാലും വിശുദ്ധ പൗലോസിനെ വിളിക്കത്തവണ്ണം എല്ലാ തടസ്സങ്ങൾക്കും മധ്യേ AD 51, 52 കാലഘട്ടങ്ങൾ, അഥവാ ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിന് 51-52 വർഷത്തിന് ശേഷം അവിടെ ഒരു സഭ സ്ഥാപിക്കപ്പെടുവാനും 1.5 വർഷത്തോളം പൗലോസ് അപ്പോസ്തലൻ അവിടെ ശുശ്രൂഷ ചെയ്യുവാനിടയായി. താൻ അവിടെ നിന്ന് കടന്നുപോയതിനു ശേഷം എഫെസോസിൽ നിന്ന് അപ്പൊല്ലോസ് വന്ന് ചില നാളുകൾ ശുശ്രൂഷ ചെയ്തതായി അപ്പോസ്തല പ്രവൃത്തി 18-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഈ 1-ാം ലേഖനം എന്നത് ഒരു പ്രബന്ധമല്ല, മറിച്ച് വിശുദ്ധ പൗലോസിന്റെ ദുഃഖവും വേദനയും തന്റെ വിശുദ്ധമായ തീഷ്ണതയൊക്കെ വെളിപ്പെടുത്തുന്നതായിരുന്നു. കാരണം കൊരിന്തിയ സഭ ആത്മീയമായ ഉന്നമനത്തിലാണെന്നൊക്കെ പുറമേ തോന്നിയെങ്കിലും അവരുടെ അധാർമികമായ ജീവിതവും അവരുടെ അനാത്മികമായ കാഴ്ചപ്പാടുകളും ഒക്കെ ശാസിക്കുവാൻ വേണ്ടി പൗലോസ് അപ്പോസ്തലൻ തുറന്ന് എഴുതിയ വിഷയങ്ങളാകുന്നു ഇതിൽ കാണുന്നത്. മടങ്ങി വരാൻ കുറിവാക്യത്തിലേക്ക്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. ഈ ഒരു വചനത്തെ 2 വിധത്തിൽ നാം ചിന്തിച്ചു കഴിഞ്ഞാൽ, 2 ഭാഗങ്ങളായി ചിന്തിച്ചാൽ പ്രധാനപ്പെട്ട 2 വിഷയം കാണുന്നു. ഒന്ന്, എന്തുകൊണ്ട് ഒരു ജയം ആവശ്യം? ദൈവത്തിന് സ്തോത്രം. എന്തുകൊണ്ട് മനുഷ്യന് അഥവാ നമുക്ക് ഒരു ജയം ആവശ്യം? 2, ഈ ജയം യേശുക്രിസ്തു മുഖാന്തരം സാധ്യം. ഹല്ലേലൂയാ, ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ഒന്നാമത്തെ വിഷയത്തിലേക്ക് നമുക്ക് കടക്കാം. എന്തുകൊണ്ട് മനുഷ്യന് ഒരു ജയം ആവശ്യം? ദൈവത്തിന് സ്തോത്രം. ഇന്നലെ നാം കേട്ടതുപോലെ ദൈവത്തിന്റെ സൃഷ്ടികളിൽ മകുടമായിരുന്ന മനുഷ്യനെ ദൈവം സൃഷ്ടിക്കുമ്പോൾ 7 വിധ അനുഗ്രഹങ്ങളോടുകൂടിയാണ് സൃഷ്ടിച്ചത്. സൺഡേ സ്കൂളിൽ തന്നെ പഠിക്കുന്ന വിഷയമാകുന്നു ഇത്. എങ്കിലും ഒന്ന് ഓടിച്ചിട്ട് ഓർപ്പിക്കുന്നു. 1, മനുഷ്യന് നൽകിയ അനുഗ്രഹം ദൈവത്തിന്റെ സ്വരൂപത്തിൽ മനുഷ്യനെ ഉണ്ടാക്കി എന്നുള്ളതാണ്. 2, അവന്റെ മൂക്കിൽ ജീവശ്വാസമൂതി, അത് നിത്യജീവനായിരുന്നു. 3, ദൈവത്തോടുള്ള കൂട്ടായ്മയും. 4, ഒരു വലിയ വാഴ്ചയുമായിരുന്നു. ദൈവത്തിന് സ്തോത്രം. 5, അവന് ദൈവ തേജസ് ഉണ്ടായിരുന്നുവെന്നും. 6, അവന്റെ ശരീരം അമർത്യമായിരുന്നുവെന്നും. 7, അവനൊരു വലിയ അവകാശം ഉണ്ടായിരുന്നെന്നും നമുക്ക് കാണാം. ദൈവത്തിന് സ്തോത്രം. ഈ 7 അനുഗ്രഹങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദൈവം പറയുന്ന ഒന്നാമത്തെ വിഷയം ഇപ്പൊ പറഞ്ഞ കൂട്ടത്തിലെ 4ാമത്തെ കാര്യമാണ്. അത് വാഴ്ച എന്നാകുന്നു. ദൈവത്തിന് സ്തോത്രം. ഡൊമീനിയൻ അഥവാ വാഴ്ച. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 26-ന്റെ അവസാനവും 28-ാം വാക്യത്തിലും കാണുന്ന വിഷയം അതാകുന്നു. 28 മാത്രം ഒന്ന് വായിച്ചാട്ടെ. ദൈവം അവരെ അനുഗ്രഹിച്ചു, നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അടക്കി സമുദ്രത്തിലെ മത്സ്യത്തിന്മേലും ആകാശത്തിലെ പറവജാതിയിന്മേലും സകല ഭൂചര ജന്തുവിന്മേലും വാഴുവിൻ എന്ന് അവരോട് സ്തോത്രം. സകലത്തിന്മേലും ഒരു വാഴ്ച ദൈവം മനുഷ്യന് കൽപ്പിച്ചു. ഉൽപ്പത്തി പുസ്തകത്തിന്റെ 1-ാമത്തെ അധ്യായത്തിൽ ഈ വാഴ്ച ആരംഭിച്ചുവെങ്കിൽ യേശുക്രിസ്തുവിലൂടെ തകർന്നുപോയ മനുഷ്യനെ വീണ്ടെടുത്ത് അവസാനം വെളിപ്പാടിലേക്ക് കടന്നു വരുമ്പോൾ 22-ാം അധ്യായത്തിൽ വെളിപ്പാട് പുസ്തകം 22-ൽ വായിക്കുന്നു. അവിടെയും വാഴ്ചയോടുകൂടിയാണ് അവസാനിക്കുന്നത്. വായിച്ചാട്ടെ. 22-ാം അധ്യായം 5-ാം വാക്യത്തിന്റെ അവസാന ഭാഗം. അവർ എന്നേക്കും രാജാക്കന്മാരായിരിക്കും. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. എന്നേക്കും മനുഷ്യനെ തന്നോടുകൂടി ഇരുത്തി വാഴിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ആയിരിക്കുന്ന സഭകളിൽ പറയാറുണ്ട്, മറ്റു മതങ്ങളിലോ മറ്റു കൂട്ടായ്മകളിലോ മറ്റ് പശ്ചാത്തലത്തിൽ നിന്ന് വന്നവരാരും വിഷമിക്കരുത്. ദൈവത്തിന് സ്തോത്രം. ലോകത്തിൽ ഏതെങ്കിലും ദൈവമെന്ന് വിളിക്കപ്പെടുന്നവരോ ഏതെങ്കിലും മതത്തിലോ ഏതെങ്കിലും വിഭാഗങ്ങളിലോ ഉള്ളവർ ആരെങ്കിലും എന്റെ കൽപ്പനകൾ അനുസരിച്ചാൽ, എന്നെ സ്നേഹിച്ചാൽ നിങ്ങളെ എന്നെ പോലെ മാറ്റാം, ഞാൻ ഇരിക്കുന്നിടത്ത് കൊണ്ടിരുത്താമെന്ന് ആരെങ്കിലും പറഞ്ഞതായിട്ട് നിങ്ങൾക്കറിയാമോ? ഒരിക്കലുമില്ല. ദൈവത്തിന് സ്തോത്രം. ഈ ലോകത്തിലെ അധികാരികൾ പോലും അവരുടെ സ്ഥാനമാനങ്ങൾ വിട്ടുകൊടുക്കുവാൻ തയ്യാറല്ല. ഏകദേശം 10 ദിവസത്തിന് ശേഷം അധികാര സ്ഥാനത്തേക്കുള്ള പിടിവലിയൊക്കെ നമുക്ക് കാണുവാൻ പോവുകയാണ്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഇരിക്കുമ്പോൾ രാജാതിരാജാവും കർത്താതി കർത്താവും ധന്യനായ ഏകാധിപതിയും താൻ മാത്രം അമർത്യതയുള്ളവനും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനുമായ സർവശക്തനായ രാജാതിരാജാവായ യേശുവിനോടുകൂടി വാഴുവാൻ നമുക്ക് നൽകിയിരിക്കുന്ന വിളി എത്ര ശ്രേഷ്ഠമാണെന്ന് നാം ഓർത്തുകൊള്ളുക. വേദപുസ്തകം ആരംഭിക്കുന്ന വാഴ്ചയിൽ വേദപുസ്തകം അവസാനിക്കുന്നതും ഒരു വാഴ്ചയോടുകൂടിയാണ്. ദൈവത്തിന് സ്തോത്രം. വെളിപ്പാട് പുസ്തകം 2-3 അധ്യായങ്ങൾ നാം ചിന്തിച്ചാൽ 7 സഭയ്ക്കുള്ള ദൂതുകളാണെന്ന് നമുക്കറിയാം.
അതിൽ 3-ാം അധ്യായത്തിന്റെ 21-ാം വാക്യത്തിൽ ഇന്നലെ രാത്രികാലം നാം കർത്താവിന്റെ ദാസനിൽ നിന്ന് കേട്ടതുപോലെ, ജയിക്കുന്നവന് ഞാൻ എന്നോടുകൂടെ എന്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ വരം നൽകും. ദൈവത്തിന് സ്തോത്രം. ലവോദിക്ക സഭയോടുള്ള ദൂതായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ജയിക്കുന്നവർക്ക് അഥവാ വാഴുന്നവർക്ക് എന്റെ സിംഹാസനം കൊടുക്കുമെന്ന് ദൈവം വാഗ്ദത്തം ചെയ്യുന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ അതിന്റെ അർത്ഥം ജയിച്ചവരെ എല്ലാം കൂടെ കൊണ്ടുപോയി ഒരു സീറ്റിൽ ഇരുത്തുക എന്നുള്ളതാണോ? ജയിച്ചവരെ എല്ലാം കൂടെ കൊണ്ടുപോയി ഒരു സിംഹാസനത്തിൽ ഒരുമിച്ച് ഇരുത്തുക എന്നുള്ളതാണോ? ദൈവത്തിന് സ്തോത്രം. അത് വാക്യത്തിന്റെ ഭാഷയിൽ, വചനത്തിന്റെ ഭാഷയിൽ പറഞ്ഞിരിക്കുന്നുവെന്നേ ഉള്ളൂ. നമ്മുടെ വിശുദ്ധന്മാർ നമ്മോട് ഉപദേശിച്ചതിനനുസരിച്ച് ഈ സിംഹാസനം എന്നത് ത്രിയേക ദൈവത്തിന്റെയും തന്റെ കാന്തയുടെയും മണവാട്ടിയുടെയും വാസസ്ഥലമാകുന്നു. ദൈവത്തിന് സ്തോത്രം. അഥവാ സ്വർഗത്തിലെ ഏറ്റവും ഉന്നതമേറിയ വാസസ്ഥലം സിയോനും പുതിയ യെരൂശലേമും ആകുന്നു ദൈവസിംഹാസനം. ദൈവത്തിന് സ്തോത്രം. ആ കർത്താവിന്റെ സിംഹാസനത്തിൽ വാഴുവാനാകുന്നു, അല്ലെങ്കിൽ ആ ഉന്നത സ്ഥലത്തിരുന്ന് മുഴുനിത്യതയും ഭരണം ചെയ്യുവാനാകുന്നു കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നത്. ജയിക്കുന്നവർക്ക് അതാണ് അവകാശമെങ്കിൽ തോറ്റവരുടെ അവസ്ഥ എന്തായിരിക്കും? യേശുക്രിസ്തുവിന്റെ വരവോടുകൂടി 2 അനുഭവങ്ങൾ കാണുവാൻ കഴിയും. ദൈവത്തിന് സ്തോത്രം. യേശുക്രിസ്തുവിന്റെ വരവിന് മുൻപ് തോറ്റ അല്ലെങ്കിൽ കീഴടങ്ങിപ്പോയ ഒരു ജീവിതം നയിക്കുന്നവർക്ക് ഒരു പ്രത്യേക സമയത്ത് ദാനിയേലിന്റെ പുസ്തകം 12:2 കാണുന്നത് പോലെ നിലത്തെ പൊടിയിൽ നിദ്ര കൊള്ളുന്നവരിൽ ചിലർ നിത്യ നിന്ദയ്ക്കും ചിലർ ലജ്ജയ്ക്കുമായി ഉണർന്നു വരും. ആ കൂട്ടത്തിൽ ഉണർന്നു വരുവാൻ പുനരുത്ഥാനത്തിന്റെ അവസാന നിരയിൽ അവർ ആയിരിക്കും. ദൈവത്തിന് സ്തോത്രം. എന്നാൽ യേശുക്രിസ്തുവിന്റെ വരവിൽ ജീവനോടിരിക്കുമ്പോൾ തോൽവിയുള്ള ഒരു ജീവിതം നയിക്കുന്നവർ യേശുവിന്റെ വരവിൽ കൈവിടപ്പെടുകയും എതിർ ക്രിസ്തുവിന്റെ ഭയാനകമായ പീഡാകാലത്തിൽ അകപ്പെടുകയും അവസാനം നിത്യ തീപ്പൊയ്കയിലേക്ക് പോവുകയും ചെയ്യും. ദൈവത്തിന് സ്തോത്രം. 2016 ബഹുമാനപ്പെട്ട മഹത്വത്തിൽ പ്രവേശിച്ച മാത്തുക്കുട്ടിയപ്പച്ചൻ കൊട്ടാരക്കരയിൽ ഇരുന്നതിന് ശേഷം അവസാനം താൻ കോഴിക്കോട് പോയി കർത്താവിന്റെ സന്നിധിയിൽ ചേരുവാനിടയായി തീർന്നു. അപ്പച്ചൻ മരിച്ച രാത്രിയിൽ കൊട്ടാരക്കരയിൽ മറ്റൊരു വിശ്വാസി രോഗശാന്തിയിൽ നിന്ന് മരിച്ചിരുന്നു. അന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവം ഒരു ദർശനം കാണിക്കുവാനിടയായി തീർന്നു. വെള്ളവസ്ത്രധാരികളായി പലർ ഓടിക്കൊണ്ടിരിക്കുന്നു. അതോടുകൂടി തന്നെ നിറമുള്ള വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ടും കടും നിറവും ഇളം നിറവും ഒക്കെ ധരിച്ചുകൊണ്ടും പലരും ആ കൂട്ടത്തിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ദയവായി ഇവിടെ നിറമെടുത്തുകൊണ്ട് വന്നവരൊന്നും തെറ്റിദ്ധരിക്കണ്ട, നിങ്ങളെ ഓർത്ത് പറയുകയല്ല, സ്വപ്നം പറയുന്നതേ ഉള്ളൂ. ദൈവത്തിന് സ്തോത്രം. പെട്ടെന്ന് ആകാശത്ത് നിന്ന് ഒരു മിന്നലുണ്ടായി. അവരോടിക്കൊണ്ടിരുന്ന റോഡ് 2ആയിട്ട് പിളർന്നു പോവാനിടയായി. ദൈവത്തിന് സ്തോത്രം. റോഡിന്റെ നടുക്ക് ഒരു വലിയ പിളർപ്പുണ്ടായി. വെള്ള ധരിച്ചവരെല്ലാം ആ റോഡിന്റെ അപ്പുറവശത്തേക്ക് കടന്നുപോയി. ദൈവത്തിന് സ്തോത്രം. ബാക്കിയുള്ള വലിയൊരു കൂട്ടം റോഡിന്റെ ഇപ്പുറത്തെ വശത്തുമായി കുറെ പേര് ഈ ഗർത്തത്തിൽ വലിയ പിളർപ്പിലേക്ക് വീഴുകയും ചെയ്തു. ദൈവത്തിന് സ്തോത്രം. എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഈ പുറകിലുള്ളവർ എങ്ങനെയെങ്കിലും ഈ പിളർപ്പ് കടന്ന് അപ്പുറം ചാടുവാനായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവരെ കൊണ്ട് കഴിയുന്നില്ല. ചാടുവാനായി ശ്രമിച്ചവരെല്ലാം ഈ വലിയ പിളർപ്പിൽ അകപ്പെടുവാനിടയായി തീർന്നു. ഉടനെ ഒരു വചനം ആകാശത്ത് എഴുതി കാണിച്ചു. മലാഖിയുടെ പുസ്തകം 3-ാം അധ്യായം 18-ാം വാക്യമായിരുന്നു. അപ്പോൾ നിങ്ങൾ നീതിമാനും ദുഷ്ടനും തമ്മിലും ദൈവത്തെ സേവിക്കുന്നവനും സേവിക്കാത്തവനും തമ്മിലുള്ള വ്യത്യാസം വീണ്ടും കാണും. ദൈവത്തിന് സ്തോത്രം. യഥാർത്ഥമായി നീതിമാന്മാരുടെയും ദുഷ്ടന്മാരും തമ്മിലുള്ള വ്യത്യാസവും ദൈവത്തെ സേവിക്കുന്നവരും സേവിക്കാത്തവരും തമ്മിലുള്ള വ്യത്യാസം കാണുന്ന നാൾ ഏറ്റവും അടുക്കലായിരിക്കുകയാകുന്നു. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ കുറിവാക്യത്തിലേക്ക് മടങ്ങി വന്നാൽ 2 വിഷയങ്ങളുണ്ടെന്ന് ഓർപ്പിച്ചല്ലോ. ഒന്ന്, ഒരു ജയം എന്തിനാവശ്യം? ദൈവത്തിന് സ്തോത്രം. അതിനെപ്പറ്റി നാം ചിന്തിക്കുവാനിടയായി. 2ാമത്തെ വിഷയത്തിലേക്ക് കടന്നു വന്നാൽ യേശുക്രിസ്തു മുഖാന്തരം ഈ ജയം സാധ്യം. ഹല്ലേലൂയ. മറ്റൊരുത്തനിലും രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ ഭൂമിക്ക് മുകളിൽ നൽകപ്പെട്ട മറ്റൊരു നാമവുമില്ല. യേശുക്രിസ്തു മുഖാന്തരം മാത്രമേ രക്ഷയും ജയവും സാധ്യമാകുകയുള്ളൂ. ദൈവത്തിന് സ്തോത്രം. യേശുവിന്റെ ഇഹലോകത്തിലേക്കുള്ള ആഗമനം അത് യാദർച്ഛികം ആയിരുന്നില്ല. അത് ദൈവത്താൽ നിയോഗിക്കപ്പെട്ടതായിരുന്നുവെന്ന് തിരുവെഴുത്ത് പഠിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം. സദൃശിവാക്യം 8-ാം അധ്യായം 22 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ യേശുക്രിസ്തു സൃഷ്ടിതാവായ പിതാവായ ദൈവത്തോടുകൂടി ആദ്യമേ ഉണ്ടായിരുന്നുവെന്നും അവൻ സൃഷ്ടിയുടെ കാരണഭൂതനായിരുന്നുവെന്നും യോഹന്നാന്റെ സുവിശേഷം 1:3 നാം വായിക്കുന്നു. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവമായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു,
അവൻ മുഖാന്തരം സകലവും ഉളവായി. ദൈവത്തിന് സ്തോത്രം. തക്ക സമയത്ത് പിതാവായ ദൈവം യേശുവിനെ തന്റെ പുത്രനായി ജനിപ്പിച്ചു എന്ന് സങ്കീർത്തനക്കാരൻ 2-ാം സങ്കീർത്തനത്തിൽ പറയുന്നു. ഞാൻ ഒരു നിർണയം പ്രസ്താവിക്കുന്നു, നീ എന്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. യെശയ്യാവിന്റെ ഭാഷയിലേക്ക് കടന്നു വന്നാൽ 9-ാം അധ്യായം 6-ാം വാക്യത്തിൽ നമുക്കൊരു ശിശു നൽകപ്പെട്ടിരിക്കുന്നുവെന്നും ആധിപത്യം അവന്റെ തോളിലിരിക്കുന്നു എന്നും നാം കാണുന്നു. എന്നാൽ മീഖാ പ്രവാചകൻ പറയുന്നത് യഹൂദ സഹസ്രങ്ങളിൽ ചെറുതായിരുന്ന ബേത്ലഹേം എഫ്രാത്തിൽ നിന്ന് ഇസ്രായേലിന്റെ അധിപതിയായവൻ ഉയർത്തെഴുന്നേറ്റ് വരുമെന്നാകും. ഇങ്ങനെ ലോകത്തിൽ ഒരു ഗുരുക്കന്മാരോ ഒരു നേതാക്കന്മാരോ ഒരു പുണ്യപുരുഷന്മാരോ ജനിക്കുന്നതിന് മുമ്പേ ഇത്രയധികം പ്രവചനങ്ങൾ ഉണ്ടായിട്ടില്ല. നാം ആരാധിക്കുന്ന, നാം സ്നേഹിക്കുന്ന, നാം വിശ്വസിക്കുന്ന, നമുക്ക് വേണ്ടി ജീവൻ വെടിഞ്ഞ യേശു ക്രിസ്തുവിന്റെ ജനനത്തിന് മുമ്പ് തന്നെ അനേക പ്രവചനങ്ങൾ യേശു ജനിക്കുമെന്നും എവിടെ ജനിക്കുമെന്നും എങ്ങനെ ജനിക്കുമെന്നും എല്ലാം ഉണ്ടാകുവാനിടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. ഈ ജനിച്ചു എന്ന് പറയുന്നതിനേക്കാൾ നല്ല വാക്ക് പൗലോസ് അപ്പോസ്തലൻ തിമോത്തിയോസിന് ലേഖനം എഴുതുമ്പോൾ പറയുന്നത് 1 തിമോത്തിയോസ് 3-ന്റെ 16-ാം വാക്യത്തിൽ ആ വാക്ക് മാത്രം ഒന്ന് വായിച്ചാട്ടെ. ദൈവഭക്തിയുടെ മർമ്മം ഇതാകുന്നു. അവൻ ജഡത്തിൽ വെളിപ്പെട്ടു. ദൈവത്തിന് സ്തോത്രം. ഹി വാസ് മാനിഫെസ്റ്റഡ് ഇൻ ഫ്ലഷ്. ദൈവത്തിന് സ്തോത്രം. അവൻ ജഡത്തിൽ വെളിപ്പെട്ടു എന്ന് പറഞ്ഞാൽ നേരത്തെ ഉണ്ടായിരുന്ന ഒരു കാര്യം, ഒരു വസ്തു അല്ലെങ്കിൽ ഒരു മനുഷ്യൻ ഇപ്പോൾ വെളിപ്പെട്ട് വരികയാകും. ദൈവത്തിന് സ്തോത്രം. ഈ ജഡത്തിൽ വെളിപ്പെട്ടു എന്ന് പറയുമ്പോൾ ഇന്നും പലർക്കും അതിന്റെ ആഴം മനസ്സിലാക്കുവാൻ കഴിയുന്നില്ല. യേശു ക്രിസ്തു ജനിച്ചുവെന്ന് പോലും ജീവനോടെ ഉണ്ടെന്ന് പോലും അറിയാതെ എത്രയോ പേർ ഇന്നും ഭൂമിയിൽ താമസിക്കുന്നുണ്ട്. നമ്മൾ ചിന്തിക്കും എല്ലാവർക്കും യേശുവിനെ അറിയാവുന്നു. ദൈവത്തിന് സ്തോത്രം. കുറച്ചു നാൾ മുമ്പ് ഒരു സുവിശേഷകൻ വടക്കേ ഇന്ത്യയിൽ കടന്നു ചെന്നപ്പോൾ അവിടെ ഒരു ഹോട്ടലിൽ റൂം എടുക്കുവാനിടയായി. റൂം എടുക്കുന്ന സമയത്ത് അവിടെ ആ റൂം ബോയിയോട്, വെയിറ്റർ ബോയിയോട് ചോദിച്ചു, ഭായ് സാബ് യീശു മസീഹ് के बारे में आपको जानता है क्या? മോനെ അല്ലെങ്കിൽ പൈതലെ, സഹോദര, യേശു ക്രിസ്തുവിനെ കുറിച്ച് നിങ്ങൾക്കറിയാമോ? ആ പയ്യന്റെ ഉത്തരം കേട്ട് ഈ സുവിശേഷകൻ ഞെട്ടിപ്പോയി. ദൈവത്തിന് സ്തോത്രം. താൻ ഉത്തരം പറഞ്ഞത്, സാർ ഹംകോ മാലൂം നെയ്, ഷായിദ് റിസപ്ഷൻ മേ പൂച്ചാ ഹെ തോ ആപ്കോ മാലൂം ഹോഗ. ദൈവത്തിന് സ്തോത്രം. എനിക്ക് അറിയില്ല, ഒരുപക്ഷെ റിസപ്ഷനിൽ ചോദിച്ചാൽ അറിഞ്ഞേക്കാം യേശു ആരാണെന്ന്. എന്ന് പറഞ്ഞാൽ അവന്റെ ചിന്ത ഇവിടെ ആരാണ്ട് യേശു റൂം എടുക്കാൻ വന്നതുപോലെയാണ്. ദൈവത്തിന് സ്തോത്രം. വടക്കേ ഇന്ത്യയിൽ നടന്ന സംഭവമാകും. അങ്ങനെയെങ്കിൽ ലോകത്തിന്റെ എത്രയോ നാനാഭാഗങ്ങളിൽ, എത്രയോ പർവ്വതങ്ങളിൽ, കാടുകളിൽ, മലകളിൽ കഴിയുന്ന ഗോത്ര വിഭാഗങ്ങളുണ്ട്. എത്രയോ ദേശക്കാർ ഇന്നും യേശു ജഡത്തിൽ വെളിപ്പെട്ടുവെന്ന് അറിയാതെ ജീവിച്ചിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ യേശു വെളിപ്പെട്ടുവെന്ന് അറിയുന്നത് മാത്രമല്ല, അവനെ സ്വീകരിപ്പാനും സ്വന്തം രക്ഷിതാവായി ഏറ്റെടുക്കുവാനും ഭാഗ്യം ലഭിച്ചവരെല്ലാം ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അവൻ ജഡത്തിൽ വെളിപ്പെട്ടു എന്ന് പറയുമ്പോൾ 3 വിഷയങ്ങളാകുന്നു അതിന്റെ പിന്നിലുള്ളത്. ഒന്ന്, ദൈവത്തിന്റെ ഉദ്ദേശത്തിലുള്ള ഒരു സമ്പൂർണ്ണ മനുഷ്യനെ, ദൈവത്തിന്റെ ഉദ്ദേശത്തിലുള്ള ഒരു സമ്പൂർണ്ണ മനുഷ്യനെ തകർന്നുപോയ മനുഷ്യന്റെ മുമ്പിൽ അവതരിപ്പിക്കാൻ വേണ്ടി വെളിപ്പെടുത്തി. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ ഉദ്ദേശത്തിലുള്ള ഒരു സമ്പൂർണ്ണ മനുഷ്യനെ തകർന്നുപോയ മനുഷ്യന്റെ മുമ്പിൽ അവതരിപ്പിക്കാൻ വേണ്ടിയാണ് പിതാവായ ദൈവം വെളിപ്പെടുത്തിയത്. ദൈവത്തിന് സ്തോത്രം. മാത്രമല്ല, പിതാവായ ദൈവത്തിന്റെ ദിവ്യ സ്വഭാവങ്ങൾ ഒരു മനുഷ്യനിൽ കൂടി എങ്ങനെ വെളിപ്പെടുത്താം എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാകുന്നു യേശുവിനെ ഈ ഭൂമിയിലേക്ക് അയച്ചത്. പിതാവെന്ന് പറഞ്ഞാൽ സ്നേഹമാകുന്നുവെന്നും കരുണയുള്ളവനാകുന്നുവെന്നും ആ പിതാവായ ദൈവത്തിന്റെ ദിവ്യ സ്വഭാവങ്ങൾ വെളിപ്പെടുത്തുവാൻ വേണ്ടിയാണ് യേശുവിനെ ഭൂമിയിൽ പിതാവായ ദൈവം അയച്ചത്. ദൈവത്തിന് സ്തോത്രം. മൂന്നാമത്, പാപത്തിന്റെ ശിക്ഷ യേശുവിന്റെ ശരീരത്തിൽ ഏൽപ്പിച്ചുകൊണ്ട്, പാപത്തിന്റെ ശമ്പളം മരണമെന്ന് നമുക്കറിയാം. പാപത്തിന്റെ ശിക്ഷ മരണമാകുന്നുവെന്ന് തെളിയിക്കാൻ വേണ്ടി അതെല്ലാം യേശുവിന്മേൽ ചുമത്തിക്കൊണ്ട് ആ യേശുവിൽ കൂടി മാനവകുലത്തിന് രക്ഷ നൽകുവാൻ വേണ്ടിയാകുന്നു ആ ശിക്ഷ എന്തെന്ന് വെളിപ്പെടുത്തുവാൻ വേണ്ടി പിതാവായ ദൈവം ഇത് ചെയ്തു. ദൈവത്തിന് സ്തോത്രം. ദൈവഭക്തിയുടെ മർമ്മത്തിന്റെ അവസാന വാക്യതാകുന്നു, അവൻ ജഡത്തിൽ വെളിപ്പെട്ടു, ആത്മാവിൽ നീതീകരിക്കപ്പെട്ടു, ദൂതന്മാർക്ക് പ്രത്യക്ഷനായി, ജാതികളുടെ ഇടയിൽ പ്രസംഗിക്കപ്പെട്ടു, ലോകത്തിൽ വിശ്വസിക്കപ്പെട്ടു, അവസാനത്തേത് തേജസ്സിൽ എടുക്കപ്പെട്ടു. ദൈവത്തിന് സ്തോത്രം. അതിന്റെ അർത്ഥം, ദൈവപുത്രൻ വെളിപ്പെട്ട വിധത്തിൽ, ഈ പറഞ്ഞ വിധത്തിൽ നാമും അവനെ സ്വീകരിച്ചാൽ നിശ്ചയമായും അവൻ തേജസ്സിൽ എടുക്കപ്പെട്ടതുപോലെ നമുക്കും തേജസ്സിൽ എടുക്കപ്പെടുവാൻ കഴിയും. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ വിഷയത്തിലേക്ക് നാം വന്നാൽ,
ചുരുങ്ങിയ കാര്യങ്ങൾ ലളിതമായി ഓർപ്പിച്ചു വിടുന്നതേ ഉള്ളൂ. ഒന്ന്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. ഒന്നാമത്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാൽവറി യാഗം മുഖാന്തരം നമുക്ക് പാപത്തിൽ നിന്ന് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. 1 തിമോഥെയോസ് 1-ാം അധ്യായം 15-ാം വാക്യത്തിൽ അപ്പോസ്തലൻ പ്രകാരം പറയുന്നു, ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം തന്നെ. ദൈവത്തിന് സ്തോത്രം. എല്ലാവരും, ക്രിസ്ത്യാനികൾ മാത്രമല്ല, ജാതി മത വർഗ വർണ്ണ വ്യത്യാസമന്യേ സകലരും അംഗീകരിപ്പാൻ യോഗ്യമായ വചനമാകുന്നു ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത്. ദൈവത്തിന് സ്തോത്രം. രക്ഷിപ്പാൻ വന്നു എന്ന് പറയുന്നതോടുകൂടി തീർക്കുകയില്ല. പത്രോസ് അപ്പോസ്തലൻ കുറച്ചുകൂടെ വ്യക്തമായി പറയുന്നു. 1 പത്രോസ് 3-ന്റെ 18-ാം വാക്യത്തിൽ അവൻ കടന്നു വന്നത് നമ്മുടെ പാപനിമിത്തം. 3:18 വായിച്ചാട്ടെ. ക്രിസ്തു നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന് നീതിമാനായി നീതി കെട്ടവർക്ക് വേണ്ടി പാപം നിമിത്തം ഒരിക്കൽ കഷ്ടം അനുഭവിച്ചു. ജഡത്തിൽ മരണശിക്ഷ ഏറ്റു. മൂല കാരണം എന്താണ്? ക്രിസ്തു നമ്മെ ദൈവത്തോട് അടുപ്പിക്കാൻ വേണ്ടി. നാം മനസ്സിലാക്കേണ്ടുന്ന വിഷയം, ദൈവത്തിന്റെ വിശുദ്ധി എന്ന് പറയുന്നത് സകല പാപവും ശിക്ഷിക്കപ്പെടണമെന്നാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ വിശുദ്ധി എന്താണ് അനുശാസിക്കുന്നത്? എല്ലാ പാപത്തിനും ശിക്ഷ ലഭിച്ചേ മതിയാകൂ. മറുഭാഗത്ത് ദൈവത്തിന്റെ സ്നേഹം എന്താണ് പറയുന്നത്? ഈ ശിക്ഷാവിധിയിൽ നിന്ന് ഒരു വീണ്ടെടുപ്പിനുള്ള വഴി ഞാൻ തുറന്നു വെച്ചിട്ടുണ്ട്. ഈ ശിക്ഷാവിധിയിൽ നിന്ന് രക്ഷയ്ക്കുള്ള വഴി ഞാൻ തുറന്നു വെച്ചിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ വിശുദ്ധി പാപത്തിനൊരു മരണശിക്ഷ അനുശാസിക്കുമ്പോൾ ദൈവത്തിന്റെ സ്നേഹം നമ്മെ ഈ വീണ്ടെടുപ്പിന്റെ മാർഗം യേശുവിൽ കൂടി കാണിച്ചു തന്നല്ലോ. ദൈവത്തിന് സ്തോത്രം. പാപികളെ രക്ഷിക്കുവാൻ അഥവാ പാപത്തിൽ നിന്ന് വിടുവിക്കുവാൻ വന്നുവെന്ന് നാം പറയുമ്പോൾ പ്രധാനപ്പെട്ട വിഷയം ഒന്നവിടെ കടന്നു വരുന്നത് പാപം എന്നുള്ളതാണ്. പാപം എന്താണെന്ന് നമുക്ക് ഏറെക്കുറെ എല്ലാവർക്കും അറിയാൻ. കടന്നു വന്നിരിക്കുന്നവരിൽ ഭൂരിപക്ഷവും ദൈവമക്കളാകുന്നുവല്ലോ. ദൈവവചനപ്രകാരം പ്രധാനപ്പെട്ട വിഷയം 1 യോഹന്നാൻ 3:4 വായിക്കുന്നത് പാപം എന്നത് കൽപ്പനാ ലംഘനമാകും. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ കൽപ്പനയെ ലംഘിക്കുന്നതാണ് പാപം. അതേ യോഹന്നാൻ തന്നെ തന്റെ ലേഖനം 5:17 പറയുന്നു, എല്ലാ അനീതിയും പാപമാകുന്നു. ദൈവത്തിന് സ്തോത്രം. യാക്കോബിന്റെ ഭാഷയിൽ പറഞ്ഞാൽ, നന്മ ചെയ്യുവാൻ അറിഞ്ഞിട്ടും അത് ചെയ്യാതിരുന്നാൽ പാപമാകുന്നു. മറ്റൊരു വിധത്തിൽ മുഖപക്ഷം കാണിക്കുന്നത് പാപമാകുന്നു. ഇങ്ങനെ പാപത്തിന്റെ പല അനുഭവങ്ങളെ കാണുന്നു. സദൃശ്യവാക്യത്തിൽ ശലോമോൻ പറയുന്നു, ഭോഷന്റെ നിരൂപണം പാപമാകുന്നു. എല്ലാറ്റിലും ഉപരിയായി പ്രധാനപ്പെട്ട കാര്യം ഇത് തന്നെ, ദൈവത്തിന്റെ കൽപ്പന ലംഘിച്ചു. ദൈവത്തിന് സ്തോത്രം. ചില സമുദായങ്ങളിലുള്ളവർ പ്രകാരം പറയുക പതിവാണ്. എന്താണ് മനുഷ്യർ അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾ ഇങ്ങനെ പാപം എന്ന് വിളിച്ചു ഊവിക്കൊണ്ടിരിക്കുന്നത്? അന്നങ്ങാണ്ട് ഒരു മനുഷ്യൻ ആപ്പിൾ കഴിച്ചതാണോ പാപം? ദൈവത്തിന് സ്തോത്രം. സഹോദര സഹോദരി, ആപ്പിൾ കഴിച്ചതല്ല പാപം. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ കൽപ്പന ലംഘിച്ചതാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അതിനെപ്പറ്റി കൂടുതൽ വിശദീകരിക്കുവാൻ സമയമില്ല. പക്ഷേ പാപം നമ്മുടെ ജീവിതത്തിൽ വരുത്തുന്ന വിനകൾ ഭയങ്കരമാകുന്നു. അത് മനസ്സിലാക്കണമെങ്കിൽ പാപത്തിന്റെ ഗ്രീക്ക് ഭാഷയിലെ മൂല വാക്ക് ഹമാർഷ്യ എന്നാകുന്നു. ദൈവത്തിന് സ്തോത്രം. അതിന്റെ അർത്ഥം മിസ്സിംഗ് ദ മാർക്ക്. ഗ്രീക്ക് പുരാണത്തിൽ അല്ലെങ്കിൽ ഗ്രീസിലെ കാലഘട്ടത്തിൽ പണ്ട് ഒളിമ്പിക്സ് ആരംഭിച്ച സമയത്ത് ആ സമയങ്ങളിൽ അമ്പെയ്ത്ത് മത്സരങ്ങൾ ഉണ്ടായിരുന്നു. ദൂരെയുള്ള ഏതെങ്കിലും പലകകളിലോ മരത്തിന്മേലോ ഒരു ലക്ഷ്യം വെച്ചിട്ട് അമ്പെയ്ത് അവിടെ കുറിക്ക് കൊള്ളുന്നവർക്ക് സമ്മാനം ലഭിക്കും. കുറിക്ക് കൊള്ളാതെ പോകുമ്പോൾ ഈ മത്സരം കാണുവാൻ വന്നവരെല്ലാം കൂടി വിളിച്ചു പറയുന്ന വാക്കാണ് ഹമാഷ്യ. ദൈവത്തിന് സ്തോത്രം. നീ ലക്ഷ്യം തെറ്റിച്ചു. ഒന്നാമത് പാപത്തിന്റെ നിർവചനം അല്ലെങ്കിൽ പാപത്തിന്റെ ഫലം അത് തന്നെയാകുന്നു, നമ്മുടെ ലക്ഷ്യം തെറ്റിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. 2, പാപം ഒരു വല്ലാത്ത മുറിവാകുന്നു. ദൈവത്തിന് സ്തോത്രം. ഇന്ന് മനുഷ്യകുലത്തെ നോക്കിക്കഴിഞ്ഞാൽ പാപം വരുത്തിയ മുറിവുകൾ അത് അസംഖ്യമാകുന്നു. ഏതെല്ലാം ജീവിതങ്ങൾ കൊലപാതകങ്ങളിലും ആത്മഹത്യകളിലും അവസാനിക്കുന്നതിന്റെ പ്രധാന വിഷയം പാപത്തിന്റെ വർധനവാകുന്നു. പാപം ഒരു മുറിവ് പോലെ മനുഷ്യനെ വേട്ടയാടി ആന്തരികമായ സ്വസ്ഥത നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. മഹത്വത്തിൽ പ്രവേശിച്ച ജോസച്ചായൻ പലപ്പോഴും ഓർപ്പിക്കുന്നത് പോലെ, തേങ്ങാപ്പുട്ട് ഭക്ഷിച്ചിട്ട് വാ കഴുകിക്കളഞ്ഞാലും തേങ്ങ എപ്പോഴും പല്ലിന്റെ ഇടയിലിരുന്ന് നാക്കെപ്പോഴും അതിനെ തൊട്ടുകൊണ്ടിരിക്കും. എപ്പോഴും അസ്വസ്ഥതയുള്ള വാക്ക്. ദൈവത്തിന് സ്തോത്രം. ഏറ്റുപറയാത്ത പാപങ്ങൾ
നമ്മുടെ ജീവിതത്തിൽ അസ്വസ്ഥത മാത്രമേ സമ്മാനിക്കുകയുള്ളൂ. അതൊരു തീരാത്ത മുറിവായിരിക്കും. മാത്രമല്ല, പാപമെന്നത് ദൈവത്തോടുള്ള നമ്മുടെ പ്രാഗൽഭ്യം നഷ്ടമാക്കി ആത്മീക മരണത്തിലേക്ക് നമ്മെ കൊണ്ടുപോകുന്നതാകും. ഇന്ന് രാത്രികാലം ഏറ്റുപറയാത്ത പാപങ്ങളോടുകൂടി ആരെങ്കിലും ദൈവസന്നിധിയിലായിരിക്കുന്നുവെങ്കിൽ ഒരു കാര്യം ഓർത്തുകൊള്ളുക. അവസാനത്തെ വിഷയം, സിൻ ഈസ് ആൻ ഇറ്റേണൽ സ്റ്റിങ്കിങ്. പാപം നിത്യമായ ഒരു ദുർഗന്ധമാണ്. മരണത്തിന് ശേഷം ഒരിക്കലും ആ ദുർഗന്ധം മാറ്റുവാൻ കഴിയില്ല. ഇന്ന് നമ്മുടെ ശരീരത്തിന്റെ ദുർഗന്ധം അകറ്റുവാൻ ഏതെല്ലാം വിധത്തിലുള്ള സ്പ്രേ അടിച്ച് നടന്നേക്കാം. പക്ഷേ മരണത്തിന് ശേഷം ഭാവിയായി മരിക്കുന്നുവെങ്കിൽ, വിശ്വാസിയായിരുന്നാലും ഏറ്റുപറയാത്ത പാപങ്ങളിൽ മരിച്ചാൽ അതൊരു നിത്യമായ ദുർഗന്ധമായിരിക്കും. എന്ന് പറഞ്ഞാൽ ദൈവവുമായിട്ട് എന്നേക്കുമുള്ള വേർപാടായിരിക്കും. ദൈവം ഒരിക്കലും ഈ ദുർഗന്ധത്തിന്റെ കൂടെ വസിക്കുകയില്ല. ദൈവത്തിന് സ്തോത്രം. ഈ തിരുവഴുത്ത് എഴുതിയ വിശുദ്ധ പൗലോസിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ 1 കൊരിന്ത്യർ 15:57 നാം വായിച്ചു, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. എന്നാൽ പൗലോസ് അപ്പോസ്തലന്റെ ജീവിതത്തിന്റെ ആരംഭം അങ്ങനെയായിരുന്നു? ഒരിക്കലുമല്ല. റോമാലേഖനം 7:24 വായിച്ചാൽ, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും. ദൈവത്തിന് സ്തോത്രം. പൗലോസിന്റെ ജീവിതത്തിന്റെ ആരംഭ നാളുകളിൽ നിലവിളി നാം കേൾക്കുന്നു, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ. ദൈവത്തിന് സ്തോത്രം. എനിക്കും അതാണ് പലപ്പോഴും നിലവിളി ഉണ്ടായിട്ടുള്ളത്. ഇവിടെ ആയിരിക്കുമ്പോഴും ഈ പന്തലിന്റെ ഈ നീളത്തിൽ സ്തോത്ര പ്രാർത്ഥന കഴിഞ്ഞ് പലപ്പോഴും ചില ദിവസങ്ങൾ ഒഴികെ പലപ്പോഴും 5 മണിക്ക് ശേഷം നടന്ന് സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ വായിൽ നിന്ന് വന്ന ആദ്യത്തെ വാക്യതായിരുന്നു, കർത്താവേ, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും. ദൈവത്തിന് സ്തോത്രം. കാരണം ആ അധ്യായത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് പാപം എന്തെല്ലാം ചെയ്യുമെന്ന്. പാപം അവസരം ലഭിക്കുമ്പോൾ നമ്മെ ചതിക്കുന്നു, കൊല്ലുന്നു. പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, ഞാൻ ജഡമയനാണ്. ദൈവത്തിന് സ്തോത്രം. 7:14 വായിക്കുന്നു, ഇച്ഛിക്കുന്നത് പ്രവർത്തിക്കുവാൻ എനിക്ക് കഴിയുന്നില്ല, ഇച്ഛിക്കാത്തതിനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഞാനൊരു ജഡമയനാണ്. പക്ഷേ വീണ്ടെടുപ്പിനുള്ള വഴി ഈ റോമാലേഖനത്തിൽ തന്നെ അപ്പോസ്തലൻ പറയുകയാകുന്നു, യേശുവിനെ കർത്താവെന്ന് വായ്കൊണ്ട് ഏറ്റു പറയുക. ദൈവത്തിന് സ്തോത്രം. ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച് എന്ന് വിശ്വസിച്ച് നീ അത് ഏറ്റു പറഞ്ഞാൽ നീ രക്ഷിക്കപ്പെടും. ഇന്നത്തെ അനേക യൗവനക്കാരും ചിന്തിക്കുന്ന ഇപ്രകാരമാകുന്നു, ദൈവം എന്നെ കൈവിട്ട് കളഞ്ഞു, ഇനിയും കർത്താവ് എന്നെ ഒരിക്കലും തിരിഞ്ഞു നോക്കിയില്ല, ഞാൻ പാപത്തിന്റെ ആഴത്തിലേക്ക് പോയി കഴിഞ്ഞു, ദൈവം ഒരിക്കലും എന്നെ സ്നേഹിക്കുന്നില്ല, എനിക്ക് മടങ്ങി വരാൻ കഴിയില്ലെന്ന് ചിന്തിച്ചുകൊണ്ട് എത്രയോ യൗവനക്കാർ പാപത്തിന്റെ കുറ്റ ബോധത്തിന്റെ തടവറയ്ക്കുള്ളിലായിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. എന്നാൽ യേശുക്രിസ്തുവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിച്ച് രക്ഷിക്കപ്പെട്ട് ഇന്നലെ നാം രാത്രിയിൽ കേട്ടതുപോലെ മാനസാന്തരപ്പെട്ട് ജലസ്നാനം സ്വീകരിച്ച് ക്രിസ്തുവാകുന്ന ഏറ്റവും നല്ല പുരുഷനോടുകൂടി ചേർന്നാൽ ഏറ്റവും നല്ല ദാനമായ പരിശുദ്ധാത്മാവ് ലഭിക്കും. മാനസാന്തരം എന്ന് പറയുമ്പോൾ അതിൽ ചില വസ്തുതകൾ അടങ്ങിയിരിക്കുന്നു. ഒന്ന്, നമ്മുടെ പാപത്തെ ഓർത്ത് നമുക്കൊരു കുറ്റബോധമുണ്ടാകുക എന്നുള്ളതാണ്. 2, അതിനെക്കുറിച്ച് ഒരു അനുതാപം അല്ലെങ്കിൽ ദൈവഹിതപ്രകാരം ഒരു ദുഃഖം. 3, അതിനെപ്പറ്റി ഒരു ഏറ്റുപറച്ചിൽ. ദൈവത്തിന് സ്തോത്രം. 4, മടക്കി കൊടുക്കാനുള്ളത് മടക്കി കൊടുക്കുക. 5, നിരപ്പ് പ്രാപിക്കാനുള്ളവരോട് നിരപ്പ് പ്രാപിക്കുക. ഇത്രയും കാര്യങ്ങൾ ചെയ്തതിന് ശേഷമേ ജലസ്നാനം സ്വീകരിക്കാവൂ. പണ്ടൊരു പാസ്റ്ററുടെ മകനോട് സ്നാനപ്പെടാൻ പോയപ്പോൾ ഒരു വിശ്വാസി ചോദിച്ചു, മോനെ നീ രക്ഷിക്കപ്പെട്ടതാണോ എന്ന്. അവൻ എടുത്ത വായിക്ക് ചോദിച്ചത്, ആരോടായി ചോദിക്കുന്നേ അപ്പച്ച, ആരോടാ ചോദിക്കുന്ന? പാസ്റ്ററുടെ മോനോടാണോ ചോദിക്കുന്നത്? രക്ഷിക്കപ്പെട്ടതാണോ? ദൈവത്തിന് സ്തോത്രം. പാസ്റ്ററുടെ മോനാണെങ്കിലും ദൈവത്തിന് സ്തോത്രം. നീ ഏത് സമുദായത്തിൽ ഏത് പൗരോഹിത്യ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്നാലും ഏത് ആത്മീയ ശുശ്രൂഷകൾ ചെയ്താലും വ്യക്തമായ മാനസാന്തരത്തിന്റെ ഉപദേശമില്ലാതെ ജലസ്നാനം സ്വീകരിച്ചാൽ യാതൊരു പ്രയോജനവുമില്ല. ഈ 5 പടികൾ നിവർത്തിക്കുന്നവർക്ക് മാത്രമേ 2 പടികൾ ദൈവം നിറവേറ്റി കൊടുക്കുകയുള്ളൂ. 6ാമത്, ദൈവം യേശുക്രിസ്തുവിന്റെ പുണ്യാഹ രക്തത്താൽ തന്നെ കഴുകുകയും നീതീകരിക്കുകയും ചെയ്യും. ദൈവത്തിന് സ്തോത്രം. അതോടുകൂടി പാപത്തിൽ നിന്ന് ജയമാകുമോ? ഇല്ല. സ്നാനമേൽക്കുമ്പോൾ പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളഞ്ഞ് പുതിയ മനുഷ്യനെ ധരിക്കണം. ദൈവത്തിന് സ്തോത്രം. സ്നാനമേൽക്കുമ്പോൾ അതോടുകൂടി അവസാനിക്കുമോ? ഇല്ല. വിശ്വാസികളായ ദൈവമക്കൾ ഓർത്തുകൊള്ളണം, സ്നാനപ്പെട്ടിട്ട് 10 വർഷം 20 വർഷം 30 വർഷമായെന്നൊക്കെ പറഞ്ഞേക്കാം. പക്ഷേ ഓരോ ദിവസവും സ്നാനത്തിന്റെ അനുഭവം ഏറ്റുപറയണം. റോമാലേഖനം 6-ാം അധ്യായം 11-ാം വാക്യം എല്ലാവരും ഇപ്പോഴോ വീട്ടിൽ പോയിട്ടോ അടയാളപ്പെടുത്തിയിടുന്നത് നല്ലതാണ്. ദൈവത്തിന് സ്തോത്രം. പാപത്തിന് മരിച്ച് നീതിക്ക് ജീവിക്കുന്നവർ എന്ന് ഓരോ ദിവസവും എണ്ണിക്കൊള്ളണം. എന്ന് പറഞ്ഞാൽ എന്റെ പുറകെ കടന്നു വന്ന മിസ്രൈമ്യർ, എന്റെ പുറകെ വന്ന മിസ്രൈമ്യ ശക്തികൾ, ഫറവോന്യ ശക്തികൾ, അമാലിയക്യ ശക്തികൾ, ഫെലിസ്തീന്റെ ശക്തികൾ, എന്റെ ജഡത്തിന്റെ ശക്തികളെല്ലാം
കർത്താവ് ചെങ്കടലിൽ തള്ളിക്കളഞ്ഞു, അഥവാ യേശുവിന്റെ കാൽവറി മരണത്തിനുള്ളിലായി തീർന്നു, അഥവാ എന്റെ ജലസ്നാനത്തിനുള്ളിൽ അടക്കം ചെയ്യപ്പെട്ടു എന്ന് ഓരോ ദിവസവും ഏറ്റുപറയാതെ ജയജീവിതം നമുക്ക് സാധ്യമല്ലതെന്ന് നമ്മുടെ വിശുദ്ധന്മാർ കാലാകാലങ്ങളായി നമ്മെ പഠിപ്പിച്ച വസ്തുതകളാകുന്നു. ദൈവത്തിന് സ്തോത്രം. ജയജീവിതം ആരംഭിക്കുന്നത് ജലസ്നാനത്തിലാകുന്നു. കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. എന്നാൽ ആ യേശു ക്രിസ്തുവിന്റെ രക്തത്തിന് നമ്മുടെ സകല പാപങ്ങളെയും മോചിക്കുവാൻ കളയുവാൻ കഴിയും. ദൈവത്തിന് സ്തോത്രം. യേശുവിന്റെ രക്തം ഗെത്സമന തോട്ടം മുതൽ ഗോൽഗോഥ വരെയും ഒഴുകിയെന്ന് നമുക്ക് കാണുവാൻ കഴിയും. ഗെത്സമന തോട്ടത്തിൽ ലൂക്കോസിന്റെ സുവിശേഷം 22:44 മത്തായി 26:37 ഒക്കെ കാണുന്നത് പോലെ നെഞ്ചു പൊട്ടി പ്രാണവേദനയിലായി രക്തം വിയർപ്പ് തുള്ളിയായെന്ന് നാം വായിക്കുന്നു. ഒരു ക്രിസ്തീയ ഡോക്ടർ അതിനെപ്പറ്റി പറഞ്ഞപ്പോൾ ഇപ്രകാരം പറഞ്ഞു: നിശ്ചയമായും അത് സംഭവിക്കും. താങ്ങുവാൻ കഴിയാത്ത ഭാരം, ഒരു മനുഷ്യനെ കൊണ്ട് സഹിക്കുവാൻ കഴിയുന്നതിലപ്പുറം ഭാരം ഹൃദയത്തിൽ ഏറ്റെടുത്താൽ നിശ്ചയമായും അവന്റെ ഹൃദയത്തിൽ നിന്ന് ഈ രക്തം വിയർപ്പ് തുള്ളികളായി വിയർപ്പിന്റെ സുഷിരങ്ങളിൽ നിന്ന് കടന്നു വരുവാൻ ഇടയായിത്തീരും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യേശു അന്ന് രക്തം ചിന്തി തുടങ്ങിയത് അവസാനം ഗോൽഗോഥ വരെയും ഉണ്ടായിരുന്നു നമുക്കറിയാം. ആ രക്തത്തിൽ അനേക വിശേഷതകളുണ്ട്. ആ രക്തം നമ്മെ വീണ്ടെടുക്കുന്നതാകുന്നുവെന്നും ആ രക്തം നമ്മെ ദൈവത്തോട് ആക്കുന്നതാണെന്നും ആ രക്തമാണ് നമ്മെ നീതീകരിച്ചതെന്നും ആ രക്തമാണ് ദൈവത്തോട് നമുക്ക് സമാധാനം നൽകിയതെന്നും ആ രക്തമാകുന്നു പുതിയ നിയമസഭയെ സമ്പാദിക്കുവാൻ വേണ്ടി ചെലവഴിച്ചതെന്നും അവസാനം വെളിപ്പാട് പുസ്തകത്തിൽ 12 കാണുന്നത് പോലെ കുഞ്ഞാടിനോടുകൂടെയുള്ളവർ തങ്ങളുടെ സാക്ഷ്യവചനവും കുഞ്ഞാടിന്റെ രക്തവും ഹേതുവായി സാത്താനെ ജയിക്കുവാനും ഇടയായി. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ചിലർക്ക് ഇന്നും സംശയമാണ്, യേശുവിന്റെ രക്തത്തിന് അത്രയ്ക്ക് ശക്തിയുണ്ടോ എന്ന്. ദൈവത്തിന് സ്തോത്രം. യേശുവിന്റെ രക്തത്തിന് ശക്തി ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് പല പാപങ്ങളും ഇന്നും അതേപോലെ ഇരിക്കുന്നു എന്ന് ചിന്തിച്ചേക്കാം. ലോകപ്രസിദ്ധ സുവിശേഷകനായ റെയ്നാർഡ് ബോങ്കെ എന്ന വ്യക്തി ആഫ്രിക്കയുടെ മണ്ണിൽ സുവിശേഷം അറിയിച്ചൊരു വ്യക്തിയായിരുന്നു. ഒരു ദിവസം തന്നെ ലോകത്തിലെ പ്രസിദ്ധ ചാനലായ BBC ഒരു ഇന്റർവ്യൂവിന് ക്ഷണിച്ചു. ദൈവത്തിന് സ്തോത്രം. ഇന്റർവ്യൂവിന് വിളിച്ചപ്പോൾ താൻ വിചാരിച്ചു ആ ഇന്റർവ്യൂവിലെ ആ ചാനലിന്റെ ആരെങ്കിലും അവതാരകരായിരിക്കുമെന്ന്. എന്നാൽ വന്നപ്പോഴാണ് മനസ്സിലാക്കിയത് വലിയൊരു നിരീശ്വരവാദിയായിരുന്നു തന്നെ ഇന്റർവ്യൂ ചെയ്യാൻ വന്നത്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ നിരീശ്വരവാദി ചോദിച്ച പല ചോദ്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഇതാണ്: യേശുവിന്റെ രക്തത്തിൽ നിങ്ങൾ ശക്തി ഉണ്ടെന്ന് പറയുന്നുവല്ലോ. യേശുവിന്റെ രക്തത്തിൽ ശക്തി ഉണ്ടെങ്കിൽ ഒരു കാര്യം ഞാൻ ചോദിച്ചു കൊള്ളട്ടെ, 2000 വർഷത്തിന് മുമ്പുള്ള ലോകത്തിന്റെ അവസ്ഥയേക്കാൾ ഇന്ന് ലോകം ഏറ്റവും മോശമായിരിക്കുന്നു, ഏറ്റവും പരിതപിക്കപ്പെട്ട അവസ്ഥയിലായിരിക്കുന്നു. യേശുവിന്റെ രക്തത്തിന് ശക്തി ഉണ്ടായിരുന്നുവെങ്കിൽ യേശുവിന്റെ പാപക്കറകളെ കഴുകിക്കളയാമായിരുന്നുവല്ലോ. ഈ ലോകത്തിന്റെ അനുഭവം അവസ്ഥ അല്പം കൂടെ ഭേദമാകുമായിരുന്നുവല്ലോ. ചോദിച്ചപ്പോൾ നമ്മോട് ചോദിച്ചാൽ നാം എന്ത് പറയും? ദൈവത്തിന് സ്തോത്രം, സത്യമാണെന്ന് പറഞ്ഞേക്കാം. പക്ഷേ ഈ സുവിശേഷകൻ പതറിയില്ല. ഈ നിരീശ്വരവാദിയെ വിളിച്ചുകൊണ്ട് സ്റ്റുഡിയോയുടെ അറ്റത്തുള്ള ജനലിന്റെ അടുക്കലേക്ക് പോയി. അവിടെ ചെന്ന് വെളിയിൽ പല വൃത്തിഹീനരായി നടക്കുന്നവരെ കാണിച്ചു. യാചകരെ പോലെ ആമേൻ നാളുകളായി കുളിച്ച് തലമുടി വെട്ടി താടി ഷേവ് ചെയ്ത് അങ്ങനെ കഴിയുന്ന അനേകരെ കാണിച്ചു. ദൈവത്തിന് സ്തോത്രം. നിരീശ്വരവാദിയോട് ചോദിച്ചു, ഇവരെല്ലാം ഇങ്ങനെ നടക്കുന്നതിന്റെ കാര്യം ഇവിടെ ബാർബർ ഷോപ്പ് ഇല്ലാഞ്ഞിട്ടാണോ? ഇവിടെ കടയിൽ സോപ്പ് ലഭിക്കാത്തത് കൊണ്ടാണോ? ദൈവത്തിന് സ്തോത്രം. താൻ പറഞ്ഞല്ല. അപ്പോൾ പറഞ്ഞു മനസ്സിലാക്കി, സോപ്പ് ഉണ്ടെങ്കിൽ കുളിക്കുവാൻ കഴിയും. പക്ഷേ സോപ്പ് ഫാക്ടറിയിൽ ജോലി ചെയ്താലും സോപ്പിന്റെ ചാക്കുകെട്ടിന് മീതെ കിടന്നുറങ്ങിയാലും അവന്റെ ദുർഗന്ധം മാറണമെങ്കിൽ അവന്റെ കൈകൊണ്ട് അവൻ സോപ്പെടുത്ത് കുളിക്കണം. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പറഞ്ഞതിന്റെ താല്പര്യം, യേശുവിന്റെ രക്തത്തിൽ ശക്തിയുണ്ട്. പക്ഷേ അതിൽ വിശ്വസിച്ച് അതിനെ ഏറ്റുപറഞ്ഞ് കഴുകൽ പ്രാപിക്കുന്നവർക്ക് മാത്രമേ പൂർണ്ണമായ ശുദ്ധീകരണം പ്രാപിപ്പാൻ കഴിയുള്ളൂ. എന്നോ രക്ഷിക്കപ്പെട്ടപ്പോൾ യേശുവിന്റെ രക്തത്താൽ കഴുകൽപ്പെട്ടെന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. ജീവിതത്തിലെ അവസാന ശ്വാസം വരെയും ഓരോ ദിവസവും യേശുവിന്റെ രക്തത്താൽ നിങ്ങൾ ഏറ്റുപറയുന്നുവെങ്കിൽ, യേശുവിന്റെ രക്തത്താൽ കഴുകൽപ്പെടുന്നുവെങ്കിൽ പാപത്തിൽ നിന്നുള്ള ജയം സാധ്യമാണ്. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് അവസാനം റെയ്നാർഡ് ബോങ്കെ കാറിലേക്ക് പ്രവേശിച്ചപ്പോൾ കോട്ടിന്റെ പുറകിൽ നിന്ന് ഒരു വലി കണ്ട് ഇങ്ങനെ തിരിഞ്ഞു നോക്കിയപ്പോൾ ആരാണ്?
അദ്ദേഹമാണ്. ദൈവത്തിന് സ്തോത്രം. പാസ്റ്റർ, പ്ലീസ് പ്രേ ഫോർ മീ ഇൻ ജീസസ് നെയിം. ദൈവത്തിന് സ്തോത്രം. പാസ്റ്റർ, ദയവായി യേശുവിന്റെ നാമത്തിൽ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. തന്റെ ആന്തരിക സ്വസ്ഥത നഷ്ടപ്പെടുവാനിടയായി. അന്ന് താൻ ഒരു ക്രിസ്ത്യാനിയായി മാറുവാനിടയായി. യേശുവിന്റെ രക്തത്തിന്റെ ശക്തി തീർന്നു പോയിട്ടില്ല. പഴയ നിയമത്തിൽ പെസഹ കുഞ്ഞാടിനെ പറ്റി നാം പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ 12:5 വായിക്കുന്നു, ആട്ടിൻകുട്ടി ഊനമില്ലാത്തതായിരിക്കണം. 2, ആട്ടിൻകുട്ടി ആണായിരിക്കണം. 3, ആട്ടിൻകുട്ടി 1 വയസ്സ് പ്രായമുള്ളതായിരിക്കണം. ദൈവത്തിന് സ്തോത്രം. ഊനമില്ലാത്തവനായ യേശു, ലോകസ്ഥാപനം മുമ്പേ അറക്കപ്പെട്ടവനായ കുഞ്ഞാട്. ദൈവത്തിന് സ്തോത്രം. യോഹന്നാൻ പറയുന്നു അവനിൽ പാപമില്ല എന്നും. പൗലോസ് അപ്പോസ്തലൻ പറയുന്നു അവൻ പാപം ചെയ്തിട്ടില്ല എന്നും. പത്രോസ് അപ്പോസ്തലൻ പറയുന്നു അവൻ പാപം ചെയ്തില്ല എന്നും, അവൻ പാപത്തെ അറിയുന്നില്ല എന്നും. അങ്ങനെ ഊനമില്ലാത്തൊരു കുഞ്ഞാട് നമുക്ക് വേണ്ടി തകർക്കപ്പെട്ടു. മാത്രമല്ല, അവൻ ഒരാണായിരുന്നു എന്ന് പറഞ്ഞാൽ ലോകം ജഡം പിശാചിനെ അവൻ ജയിച്ചു. മാത്രമല്ല, 1 വയസ്സ് അവന് പ്രായമുള്ളതായിരുന്നു. കാരണം അവൻ ആ ശിശുവിന്റെ നിഷ്കളങ്കതയോടുകൂടി താഴ്മയോടുകൂടി ഈ ലോകത്തിൽ ശുശ്രൂഷ ചെയ്യുവാനും അത് നമുക്ക് വെളിപ്പെടുത്തി തരുവാനും ഇവിടെയായിത്തീർന്നു. അങ്ങനെ കർത്താവായ യേശുവിന്റെ കാൽവറി യാഗം മുഖാന്തരം, ഈ രക്ഷയുടെ ഏറ്റുപറച്ചിൽ മുഖാന്തരം നമുക്ക് പാപത്തിൽ നിന്ന് വിടുതലുണ്ട്. 2ാമത്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം, അല്ലെങ്കിൽ അവന്റെ ക്രൂശ് മുഖാന്തരം നമുക്ക് ശാപത്തിൽ നിന്ന് വിടുതലുണ്ട്. ദൈവത്തിന് സ്തോത്രം. 1 പത്രോസ് 2:24 പത്രോസ് അപ്പോസ്തലൻ പറയുന്നു. പെട്ടെന്ന് വായിച്ചാട്ടെ. 2:24. നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി. ദൈവത്തിന് സ്തോത്രം. മലയാളത്തിൽ ക്രൂശിന്മേൽ കയറി എന്നും മറ്റു ചില ഭാഷകളിൽ അവൻ മരത്തിന്മേൽ കയറുമെന്നാകും. ദൈവത്തിന് സ്തോത്രം. ഈ ശാപം എപ്പോഴാണ് ആരംഭിച്ചത്? ഉൽപ്പത്തി പുസ്തകം 3:14 വായിച്ചാൽ ദൈവം ആദ്യം പിശാചിനെ, സർപ്പത്തെ, പാമ്പിനെ ശപിച്ചു എന്ന് വായിക്കുന്നു. അതിനുശേഷം ഭൂമി ശപിക്കപ്പെട്ടതായി തീർന്നു. എന്നാൽ അബ്രഹാമിന് നൽകിയ അനുഗ്രഹം ജാതികളായ നമുക്ക് ക്രിസ്തുയേശുവിൽ വരേണ്ടതിനായി ആവർത്തന പുസ്തകം 21-22 വായിക്കുന്നു, മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ. എന്നാൽ ഗലാത്യ ലേഖനത്തിൽ വളരെ വ്യക്തമായി അപ്പോസ്തലൻ പറയുന്നു, 3:13 ഒന്ന് വായിച്ചാട്ടെ. യേശു നമുക്ക് വേണ്ടി മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ എന്ന് എഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു, ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്ന് നമ്മെ വിലക്കുവാൻ. ദൈവത്തിന് സ്തോത്രം. എന്താണ് ഈ ന്യായപ്രമാണത്തിന്റെ ശാപം? ന്യായപ്രമാണത്തിന്റെ ശാപം എന്നൊക്കെ പറയുന്നത് 2 വാക്യം മുമ്പ് 3:10 വാക്യത്തിൽ വ്യക്തമായി എഴുതിയിരിക്കുന്നു ന്യായപ്രമാണത്തിന്റെ ശാപം എന്താണെന്ന്. 10 വായിച്ചാട്ടെ. എന്നാൽ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയിൽ ആശ്രയിക്കുന്ന ഏവരും ശാപത്തിന് കീഴാകുന്നു. ന്യായപ്രമാണ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ഒക്കെയും ചെയ്യുവാൻ തക്കവണ്ണം അതിൽ നിലനിൽക്കാത്തവനെല്ലാം ശപിക്കപ്പെട്ടവൻ. ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നതൊക്കെയും ചെയ്യാതെ അതിൽ നിലനിൽക്കാത്തവനെല്ലാം ശപിക്കപ്പെട്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിൽ എഴുതിയിരിക്കുന്നത് വള്ളിക്കോ പുള്ളിക്കോ മാറ്റമില്ലാതെ നീ ചെയ്തോണം, ഇല്ലെങ്കിൽ കാര്യം പോക്ക. ദൈവത്തിന് സ്തോത്രം. ഇല്ലെങ്കിൽ നീ ശാപഗ്രസ്തനാണ്. യാതൊരു പഴുതും അതിലില്ല. ദൈവത്തിന് സ്തോത്രം. ഈ ന്യായപ്രമാണത്തിന്റെ ശാപത്തെ നീക്കുവാൻ യേശു മരത്തിന്മേൽ കയറി. ദൈവത്തിന് സ്തോത്രം. യേശു മരത്തിന്മേൽ കയറി, അഥവാ ക്രൂശിന്മേൽ കയറി നമ്മുടെ ശാപം ഏറ്റെടുക്കുവാനിടയായി തീർന്നു. എന്നാൽ യേശു ശാപം വഹിച്ചുവെന്ന് മനസ്സിലാക്കാതെ എത്രയോ പേർ ഇന്ന് ലോകത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ചില വർഷങ്ങൾക്ക് മുമ്പ് പുണ്യനദിയായ ഗംഗയുടെ തീരത്ത് പ്രഭാതത്തിൽ 6 മണിക്ക് ഒരു സുവിശേഷൻ ട്രാക്ട് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു സ്ത്രീ വിലപിച്ചുകൊണ്ട് നിൽക്കുന്നത് കണ്ടു. അടുത്ത് എന്ന് ചോദിച്ചു, എന്താ സഹോദരി നിന്റെ വിഷമം, നിന്റെ ഭാരം എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, എന്റെ കുടുംബത്തിൽ ഇന്നിന്ന വിധമായ ശാപങ്ങളുണ്ട്, അത് മാറേണ്ടതിന് എന്റെ നല്ല ഒരു മകനെ ഞാൻ ഗംഗാദേവിക്ക് അർപ്പിച്ചിട്ട് ഇവിടെ നിൽക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ആ സുവിശേഷം എന്റെ നെഞ്ചിപിടയാനിടയായിത്തീർന്നു. 2 കുഞ്ഞുങ്ങളുണ്ട്. ഒന്ന് വൈകല്യമുള്ളതാണ്. ഇങ്ങനെയുള്ള ഹൈന്ദവ വിശ്വാസപ്രകാരം അവർ ഏറ്റവും നല്ലതിനെ മാത്രമേ ദൈവത്തിന് കൊടുക്കുകയുള്ളൂ. എന്നാൽ നാം എപ്രകാരമായിരിക്കുമെന്ന് ചിന്തിച്ചു കൊള്ളുക. ദൈവത്തിന് സ്തോത്രം. ഏറ്റവും നല്ലൊരു മകനെ കടലിലേക്ക് വലിച്ചെറിഞ്ഞു. അപ്പോഴാകുന്നു സുവിശേഷവൻ യേശുവിന്റെ സത്യം തന്നോടുകൂടെ പറഞ്ഞത്, മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ, നിന്റെ ശാപത്തിന് വേണ്ടി യേശു മരിച്ചു കഴിഞ്ഞു. അപ്പോൾ സ്ത്രീയുടെ കരച്ചിൽ ഉച്ചത്തിലായി. എന്തുകൊണ്ട് ഉച്ചത്തിലായി? അരമണിക്കൂറിന് മുമ്പ്, സഹോദര, അരമണിക്കൂറിന് മുമ്പ് നീ ഇവിടെ വന്നിരുന്ന് ഈ സത്യം പറഞ്ഞിരുന്നുവെങ്കിൽ എന്റെ കുഞ്ഞിനെ എനിക്ക് നഷ്ടപ്പെടുകയില്ലായിരുന്നു. ദൈവത്തിന് സ്തോത്രം. എത്രയോ ജീവിതങ്ങൾ ഇന്നും ശാപത്തിന്റെ പരിഹാരത്തിനായി പുണ്യ നദികളിലേക്കും പുണ്യ സ്ഥലങ്ങളിലേക്കും പല സ്ഥലങ്ങളിലും സന്ദർശിച്ച് ദാനധർമ്മങ്ങൾ, നേർച്ച കാഴ്ചകൾ, പല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. എവിടെയും പോകേണ്ട ആവശ്യമില്ല. ഒരു പുണ്യവാണിലും ഒരു മധ്യസ്ഥതയിലും ഇതുകൊണ്ട് നിവൃത്തിയുണ്ടാകുകയില്ല. ദൈവത്തിന് സ്തോത്രം. സംഖ്യാപുസ്തകത്തിൽ ഒരു സംഭവം നാം കാണുന്നു. 21-ാം അധ്യായത്തിൽ ഇസ്രായേൽ മക്കൾ
ദൈവത്തിനും മോശയ്ക്കും വിരോധമായി പിറുപിറുത്തപ്പോൾ ദൈവം അവരെ കടിക്കുവാൻ അഗ്നി സർപ്പങ്ങളെ അയച്ചു. എന്നാൽ മോശയോട് പറയുന്നു, അതിനു പകരം നീ ഒരു അഗ്നി സർപ്പത്തെ ഉണ്ടാക്കി കൊടിമരത്തിന്മേൽ തൂക്കുക. മോശ ഒരു താമ്ര സർപ്പത്തെ അവിടെ തൂക്കി. ആ താമ്ര സർപ്പത്തിൽ നോക്കുന്നവനെല്ലാം വിടുതൽ പ്രാപിപ്പാനിടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. അർത്ഥം എന്താണ്? സർപ്പം എന്നാൽ ശാപത്തെ കുറിക്കുന്നു. ഉൽപ്പത്തി പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നല്ലോ, സർപ്പം എന്നാൽ പാമ്പെന്നാൽ ശാപത്തെ കുറിക്കുന്നു, താമ്രം എന്നാൽ ദൈവീക ന്യായവിധിയെ കുറിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അർത്ഥം, യേശു ക്രിസ്തു ആ ശാപത്തെ ദൈവീക ന്യായവിധിയെ തന്റെ മേൽ ഏറ്റെടുത്തിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഇങ്ങനെ ലോകത്തിലെ ഏറ്റവും സങ്കീർണമായി ഇന്ന് പലരും രക്ഷിക്കപ്പെട്ടതിന് ശേഷം വീണ്ടും വിമുക്തിക്ക് വേണ്ടി ഓടാറുണ്ട്. സഹോദര സഹോദരി, ഒരിക്കൽ യേശു അത് പൂർണ്ണമായി കാൽവറി ക്രൂശിൽ ചെയ്ത് കഴിഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ക്രൂശിങ്കിലേക്ക് കടന്നു വന്നാട്ടെ. എല്ലാ പാപത്തിനും ശാപത്തിനുള്ള പരിഹാരം അവിടെ ഉണ്ട്. ഈ ലോകത്തിലെ ഏറ്റവും പാപം നിറഞ്ഞ സ്ഥലം ഏതാണ്? ദൈവത്തിന് സ്തോത്രം. ഈ ലോകത്തിലെ ഏറ്റവും പാപം നിറഞ്ഞ സ്ഥലം ഏതാണ്? മ്ലേച്ഛത നിറഞ്ഞിരിക്കുന്ന അമേരിക്കയാണോ? അതോ ജനസംഖ്യയിലും സാങ്കേതിക വിദ്യയിലും മുൻനിൽക്കുന്ന ചൈനയാണോ? അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയാണോ? കേരളമാണോ? ദൈവത്തിന് സ്തോത്രം. ലോകമെമ്പാടും പാപം മാത്രമേ കാണാനുള്ളൂ. പക്ഷേ ഒരർത്ഥത്തിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും പാപം നിറഞ്ഞ സ്ഥലം അത് ഗോൽഗോഥായാകുന്നു. ദൈവത്തിന് സ്തോത്രം. അത് ഗോൽഗോഥ അഥവാ യേശുവിന്റെ കാൽവറി ആകുന്നു. കാരണം ഒരു മനുഷ്യന്റെയോ രണ്ട് മനുഷ്യന്റെയോ അല്ല, യേശുവിന്റെ തലമുറയിലുള്ളവരുടെ മാത്രമല്ല, അനേക തലമുറകൾ കടന്നു വന്നിട്ടും എല്ലാ തലമുറകളുടെയും സകല മാനവകുലത്തിന്റെയും സകല പാപങ്ങളും ആ കാൽവറി ക്രൂശിലാകുന്നു പിതാവായ ദൈവം ചുമത്തിയത്. 2 കൊരിന്ത്യർ 5:21 ദൈവം അവനെ പാപം ആക്കി. നിങ്ങളൊന്ന് സങ്കല്പിച്ച് നോക്കണം. അല്പം പോലും പാപം തൊട്ട് തീണ്ടാത്ത നമ്മുടെ യേശുവിനെ ദൈവം പാപം ആക്കി. 1-2 പേരുടെയല്ല, മുഴുവൻ മാനവകുലത്തിന്റെയും പാപം യേശുവിന്റെ ശരീരത്തിന്മേൽ ആക്കുവാനിടയായി. ആ പാപത്തിന്റെ ഫലമായ ആ ശാപത്തിൽ നിന്നും വിടുവിപ്പാനും ആ യേശുവിന്റെ ക്രൂശിന് ശക്തിയുള്ളതിനാൽ ദൈവത്തെ വാഴ്ത്തുകയാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. മൂന്നാമത്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മുറിവുകൾ മുഖാന്തരം രോഗങ്ങളിൽ നിന്ന് നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. രോഗം എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചാൽ അതും ഈ പാപശാപങ്ങളിൽ നിന്നാകുന്നുവെന്ന് നമുക്കറിയാം. സങ്കീർത്തനം 103 ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ ദൈവം ഭൂമിയെ ശപിക്കുന്നു. അതിനുശേഷം പല ഭാഗങ്ങളിൽ നാം അത് കാണുവാൻ കഴിയുന്നു. സങ്കീർത്തനം 103 കാണുന്ന അവൻ നിന്റെ അകൃത്യമൊക്കെയും മോചിക്കുന്നു, സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഇസ്രായേൽ മക്കൾ ചെങ്കടൽ കടന്നതിന് ശേഷം ദൈവം അവർക്ക് ആദ്യം കൊടുത്ത വാഗ്ദത്തമാണ് എന്ത്? ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു. എന്നാൽ തമിഴിൽ വളരെ മനോഹരമായിട്ടാണ് ഞാനേ ഉൻ പരിഹാരിയാകിയ കർത്തർ. ദൈവത്തിന് സ്തോത്രം എന്ന് പറഞ്ഞാൽ നിന്നെ സകല രോഗത്തിനും പരിഹാരി ഒന്നേ ഉള്ളൂ. മിസ്രൈമിൽ മന്ത്രവിദ്യകൾ ഉണ്ടായിരുന്നു. മിസ്രൈമിൽ പല മരുന്നുകൾ ഉണ്ടായിരുന്നു. മരുന്നിന്റെ മെഡിസിന്റെ ഉത്ഭവമേ ഈജിപ്റ്റ് ആകുന്നു, മിസ്രൈം ആകുന്നു. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ചെങ്കടൽ കടന്നു വന്ന ജനത്തിന് പിന്നെ മരുഭൂമിയിൽ മെഡിക്കൽ സ്റ്റോർ ഇല്ല, മരുഭൂമിയിൽ മെഡിക്കൽ മിഷൻ ഇല്ല, മരുഭൂമിയിൽ മെഡിക്കൽ കോളേജ് ഇല്ല. ബിലീവേഴ്സിന് വേണ്ടി, വിശ്വാസികൾക്ക് വേണ്ടി ആശുപത്രിയും അവിശ്വാസികൾക്ക് വേണ്ടി ആശുപത്രിയും ഒന്നുമില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആദ്യമേ ദൈവം കൽപ്പിച്ചു, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ. ദൈവത്തിന് സ്തോത്രം. അത് ദൈവത്തിന്റെ കരുണയാണ്, ദൈവത്തിന്റെ ദീർഘക്ഷമയാകുന്നു. യേശു ഈ ഭൂമിയിലേക്ക് വരുന്നതിന് മുമ്പേ യേശയ്യാവ് പ്രവചിച്ചു, അവൻ ബദ്ധന്മാർക്ക് വിടുതലും മനം തകർന്നിരിക്കുന്നവരുടെ അവൻ മുറിവ് കെട്ടുന്നവനുമാകുന്നുവെന്ന്. അത് മത്തായിയുടെ സുവിശേഷം 8-17 വാക്യത്തിൽ നമുക്ക് വ്യക്തമായി കാണുവാൻ കഴിയും. സകല ദീനക്കാരെയും യേശു സൗഖ്യമാക്കി. സമയ ചുരുക്കത്താൽ വായിക്കുന്നില്ല. സകല ദീനക്കാരെ സൗഖ്യമാക്കി. യെശയ്യാവിൽ പറഞ്ഞിരിക്കുന്ന പോലെ അവൻ വ്യാധികളെ ചുമന്നു എന്നുള്ള വചനം നിവർത്തി ആകേണ്ടതിന് തന്നെ. ദൈവത്തിന് സ്തോത്രം. അതേ ശക്തി യേശു തന്റെ ശിഷ്യന്മാർക്ക് കൊടുക്കുവാനിടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. യേശുവിന്റെ ഈ രോഗസൗഖ്യത്തിന്റെ പ്രധാന വിഷയം യെശയ്യാവ് പറയുന്നത് അവന്റെ അടിപ്പിണരാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. പാസ്റ്റ് ടെൻസ്, ഭൂതകാലത്തിൽ പറഞ്ഞിരിക്കുകയാണ്. 2 വചനങ്ങൾ യെശയ്യാവ് 53:5 1 പത്രോസ് 2:24 2 വചനത്തിലും വ്യക്തമായി പറഞ്ഞിരിക്കുന്നു, അവന്റെ അടിപ്പിണരാൽ സൗഖ്യം വന്നുമിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അടിപ്പിണരാൽ സൗഖ്യം വന്നുമിരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് എങ്ങനെയാവുന്നു നമുക്കറിയാം. അടിക്കേണ്ടതിന് വേണ്ടി പീലാത്തോസ് യേശുവിനെ വിളിപ്പിച്ചുവെന്ന് നാം കാണുന്നു. മത്തായിയും മർക്കോസും പറയുന്നത് യേശുവിനെ ചമ്മട്ടി കൊണ്ട് ക്രൂശിക്കേണ്ടതിന് ഏൽപ്പിച്ചു കൊടുത്തുവെന്നാണ്. ലൂക്കോസ് പറയുന്നത് പീലാത്തോസ് അവനെ അടിപ്പിച്ച് വിട്ടയക്കുമെന്ന് പറയുന്നു. എന്നാൽ യോഹന്നാൻ ഇന്നലെ രാത്രിയിൽ നാം കേട്ടതുപോലെ 19:1 വായിക്കുന്നു, യേശുവിനെ പീലാത്തോസ് വാറുകൊണ്ട് അടിപ്പിച്ചു. ദൈവത്തിന് സ്തോത്രം. ഇന്നലെ രാത്രിയിൽ കർത്താവിന്റെ ദാസൻ ഓർപ്പിച്ചതുപോലെ ഒറ്റ വാക്യം കൊണ്ട് തീരുന്ന വിഷയമല്ല. പറഞ്ഞു വിടുമ്പോൾ അങ്ങ് തീരുമെങ്കിലും മണിക്കൂറുകൾ യേശു
ആ ഭയങ്കരമായ അവസ്ഥയിലൂടെ കടന്നു പോകാനിടയായിത്തീരുന്നു. ദൈവത്തിന് സ്തോത്രം. തോൽവാറുകൾ, അത് കുതിരയുടെയോ മറ്റുള്ള തോൽവാറുകളുടെ അറ്റത്ത് 10-12 ഈയ കഷ്ണങ്ങളോ അസ്ഥി കഷ്ണങ്ങളോ ഈയ കട്ടകളോ ഒക്കെ തൂക്കിയിട്ടുകൊണ്ട്, ചിലപ്പോൾ അതിന്റെ അറ്റത്തൊരു കൊളുത്ത് കാണും. അതിന്റെ പേര് സ്കോർപ്പിയൻ അഥവാ തേളെന്നാകുന്നു. ആ കൊളുത്തുകൊണ്ട് യേശുവിന്റെ അല്ലെങ്കിൽ ആ കഷ്ണങ്ങൾ യേശുവിന്റെ പുറത്ത് ആഞ്ഞടിക്കുവാനിടയായി. പുഷ്ടിയുള്ള 2 പടയാളികൾ ഇടത്തും വലത്തും നിന്നുകൊണ്ട് അവനെ ആഞ്ഞടിക്കുമ്പോൾ, സാധാരണയായി മരണത്തിന്റെ തൊട്ടു മുമ്പാകുന്നു ഇങ്ങനെയുള്ള അടി നിർത്തുന്നത്. ഈ ചാട്ട കൊണ്ട് അടിക്കുന്നത് മാംസം അടർത്തി മാറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരടി അടിക്കുമ്പോൾ തന്നെ 10-12 ഭാഗത്ത് നിന്ന് മാംസം, പിന്നെ ആ കൊളുത്തിങ്ങോട്ട് വലിക്കുമ്പോൾ അത്രയും ഭാഗത്തു നിന്ന് മാംസം പറഞ്ഞ് ഇളകുവാനിടയായിത്തീരും. ഒരടിയല്ല, 2 അടിയല്ല, 39 അടി നമ്മുടെ രക്ഷകൻ ഏൽക്കുവാനിടയായിത്തീർന്നു. ആ രക്ഷകന്റെ അടികളാകുന്നു നമ്മുടെ സൗഖ്യത്തിന് കാരണമായിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. സങ്കീർത്തനക്കാരൻ 22-ാം സങ്കീർത്തനത്തിൽ പറയുന്നത് കൊണ്ടാകുന്നു എന്റെ അസ്ഥികളെയൊക്കെയും എനിക്ക് എണ്ണാം. 129-ാം സങ്കീർത്തനത്തിൽ പറയുന്നു, ഉഴവ് ചാലുകളെ അവർ നീളത്തിൽ കീറി, ഉഴവുകാർ എന്റെ മുതുകിന്മേൽ ഉഴുതു മറച്ചിരിക്കുന്ന ഒരു കണ്ടം പോലെ, ഒരു പാടം പോലെ നമ്മുടെ യേശു ക്രിസ്തുവിന്റെ മുതുക് ആയിത്തീരുവാനിടയായി. എന്തിനായി പ്രിയമുള്ളവരെ? നമ്മുടെ രോഗശാന്തിക്കായി. ദൈവത്തിന് സ്തോത്രം. ആ കാൽവറിയിലേക്ക് നോക്കിയാട്ടെ, അറവശാലയിൽ തൂക്കിയിട്ടിരിക്കുന്ന ഒരു മാംസമിണ്ടം പോലെ യേശു അവിടെ തൂങ്ങിക്കിടക്കുകയാകുന്നു. ദൈവത്തിന് സ്തോത്രം. അല്പം മുമ്പ് നാം കേട്ട സാക്ഷിയിലും ആ അടിപ്പിണറിന്റെ ശക്തി വ്യാപരിക്കുവാനിടയായി തീർന്നല്ലോ. എന്റെ ജീവിതത്തിലും അത് അനുഭവിപ്പാനിടയായി തീർന്നു. ഇവിടെ കടന്നു വരുന്നതിന് മുമ്പേ ആയിരുന്ന സഭയിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒരു വിഷാംശം എന്റെ ശരീരത്തിന്റെ പുറത്ത് ബാധിക്കുവാനിടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. അതൊരു ചെറിയൊരു പരുവായിരുന്നു. അന്നേരം കൊട്ടാരക്കര കൺവെൻഷൻ നടന്നുകൊണ്ട് അത് വകവയ്ക്കാതെ നടക്കുവാനിടയായി. എന്നാൽ കൺവെൻഷൻ കഴിഞ്ഞപ്പോഴത്തേക്കും അത് 2 പരുവായി, 2 4 4 6 6 8 10 10-12 പരുക്കളായി. ദൈവത്തിന് സ്തോത്രം. എന്നെ കണ്ടവർ പല രോഗനിർണയങ്ങളൊക്കെ നടത്തി പല അഭിപ്രായങ്ങൾ പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ഇതെന്ന് സൗഖ്യമാകുന്നു എന്ന് ഞാനും അല്പം വ്യാകുലപ്പെട്ടുകൊണ്ടിരുന്നു. പക്ഷെ ഒരു ദിവസം യേശുവിന്റെ അടിപ്പിണരുകൾ ഞാൻ സ്വപ്നത്തിൽ കണ്ടു. അവന്റെ ആണിപ്പഴുതുള്ള കരങ്ങൾ ഞാൻ കണ്ടു. ദൈവത്തിന് സ്തോത്രം. അന്ന് രാത്രി ഒരു മൃദുലമായ തലോടൽ എന്റെ മുതുകിൽ ഉണ്ടായി. ദൈവത്തിന് സ്തോത്രം. 1.5 മാസത്തിന് ശേഷം പിറ്റേ ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ എനിക്ക് അത്ഭുതകരമായ വിടുതൽ അനുഭവിപ്പാനിടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. എനിക്ക് മാത്രമല്ല, ഞാൻ ചുരുക്കം ചില വർഷങ്ങളെ ആയിട്ടുള്ളൂ ഈ രോഗശാന്തി അനുഭവിക്കാൻ തുടങ്ങിയിട്ട്. എന്റെ ഇടത്തും വലത്തും ഇരിക്കുന്ന വിശുദ്ധന്മാർ, വിശുദ്ധമതികൾ, ഇവിടെ ഇരിക്കുന്ന അനേക ദൈവമക്കൾ വർഷങ്ങളായി അത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഞങ്ങളുടെ ആയൂരിലായിരുന്ന അമ്മച്ചി മഹത്വത്തിൽ പ്രവേശിച്ചു ജനുവരി 1-ാം തീയതി. 89 വയസ്സായിരുന്നു. 89 വർഷത്തിനിടയിൽ ഒരു പ്രാവശ്യം പോലും മരുന്നെടുക്കാതെ താൻ ജീവിച്ചു. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, വിശ്വാസികളെ, പുതിയ ആത്മാക്കളെ, മരുന്നില്ലാതെ, വൈദ്യനില്ലാതെ, ഹോസ്പിറ്റലില്ലാതെ നമുക്കൊരു ജീവിതം ചെയ്യുവാൻ കഴിയും. നിന്റെ രോഗം ഏത് തന്നെ ആയിരുന്നാലും അതിനെ കാൽവറിയിൽ വഹിച്ചു എന്ന് നീ ഏറ്റുപറഞ്ഞാട്ടെ. ദൈവത്തിന് സ്തോത്രം. ഒരു നിമിഷം എല്ലാവരും ഒന്ന് കണ്ണടച്ചാട്ടെ. ഹല്ലേലൂയ. 1 മിനിറ്റ്. ഹല്ലേലൂയ. നമ്മുടെ പാപവും ശാപവും രോഗവും കാൽവറിയിൽ വഹിച്ചിരിക്കുകയാകുന്നു. ഹല്ലേലൂയ. ശബഘടന മഹദിരിവിഘടന ഹദുര. ഇന്ന് രാത്രികാലം നിന്റെ അസ്വസ്ഥത എന്ത് തന്നെ ആയിരുന്നു കൊള്ളട്ടെ, കാൽവറിയിലേക്ക് നോക്കിക്കൊള്ളുക. യൗവനക്കാരാ, സഹോദര സഹോദരി, പാപത്തിന്റെ ബന്ധനയിൽ നീ അകപ്പെട്ടിരിക്കുകയാണോ? പാരമ്പര്യ ശാപങ്ങൾ നിന്നെ മുറുകെ പിടിച്ചിരിക്കുകയാണോ? രോഗശക്തികൾ നിന്നെ വലിഞ്ഞു മുറുക്കിയിരിക്കുകയാണോ? യേശുവിന്റെ അടിപ്പിണർക്ക് സൗഖ്യമാക്കുവാൻ കഴിയാത്ത ഒരു രോഗവുമില്ലെന്ന് ഇന്ന് സന്ധ്യാസമയത്ത് സധൈര്യം ഞങ്ങൾ വിളിച്ചു പറയുകയാണ്. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർ കരങ്ങളെ ഉയർത്തി സ്തോത്രം ചെയ്തുകൊണ്ടിരുന്നാട്ടെ. അടിപ്പിണരിൽ നിന്ന് നിനക്ക് വേണ്ടി ശക്തി പുറപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ശബലാരിയാന മഹാദുര വിവഹദിയാല ശബഖരാന ഹദുരാരിയ റിവിഖടന മഹദുര ബൗഷിയാല മഹദുരാനിയ. പാപവും ശാപവും രോഗവും ക്രൂശതിൽ നീ വഹിച്ചല്ലോ. പാപവും ശാപവും രോഗവും ക്രൂശതിൽ. എല്ലാവരും കണ്ണടച്ച് കൈയടിച്ച് പാടിയാട്ടെ. ഒരു നിമിഷം മാത്രമേ ഉള്ളൂ. നൽകി അത്ഭുത കൃപയാൽ സൗഖ്യവും ശാന്തിയും ബലവും നൽകി അത്ഭുത കൃപയാൽ നടത്തിടുന്നേ. പാപവും ശാപവും രോഗവും ക്രൂശിൽ നീ വഹിച്ചല്ലോ. പാപവും ശാപവും രോഗവും ക്രൂശിൽ നീ വഹിച്ചല്ലോ. സൗഖ്യവും ശാന്തിയും ബലവും നൽകി അത്ഭുത കൃപയാൽ നടത്തിടുന്നേ. അവൻ സൗഖ്യവും ശാന്തിയും ബലവും നൽകി അത്ഭുത കൃപയാൽ നടത്തിടുന്നേ. സൗഖ്യവും ശാന്തിയും ബലവും നൽകി അത്ഭുത കൃപയാൽ നടത്തിടുന്നേ. സൗഖ്യവും ശാന്തിയും ബലവും നൽകി അത്ഭുത കൃപയാൽ നടത്തിടുന്നേ.
ആമേൻ. ക്രൂശിൽ വിടുതലുണ്ട്. ഹല്ലേലൂയ. അടിപ്പിണരിൽ സൗഖ്യമുണ്ട്. ഹല്ലേലൂയ. ജീവിക്കുന്ന സാക്ഷികൾ, ജീവിക്കുന്ന വിശുദ്ധന്മാർ ഇവിടെ ഇരിപ്പുണ്ട്. സഹോദര സഹോദരി, നീ ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഇന്നലെ രാത്രി ദൈവത്തിന്റെ ആത്മാവ് ഓർപ്പിച്ചു 6-ാം ദിവസമാകുന്നുവെന്ന്. ഇന്ന് രാത്രി 7-ാം ദിവസമായിക്കൊള്ളട്ടെ. ഇന്ന് രാത്രി നിന്റെ രോഗത്തിന് സ്വസ്ഥതയുണ്ടായിരിക്കട്ടെ. ഇന്ന് രാത്രി നിന്റെ രോഗത്തിന് വിശ്രാമമുണ്ടായിരിക്കട്ടെ. നമ്മുടെ കർത്താവ് പ്രകാരം ചെയ്തിരിക്കാൻ കരങ്ങളെ ഉയർത്തി ഒരു ഹല്ലേലൂയ മുഴക്കിയാട്ടെ. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. 4-മതായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ഉയർത്തപ്പെട്ട നാമം അഥവാ ക്രൂശിലെ ജയോത്സവം മുഖാന്തരം സാത്താന്റെ മേൽ ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ജയോത്സവം മുഖാന്തരം എന്തായിരുന്നു ജയോത്സവം? യോഹന്നാന്റെ സുവിശേഷം 19:30 വായിക്കുന്നു, നിവൃത്തിയായി. മലയാളത്തിൽ നിവൃത്തിയായി എന്ന് പറഞ്ഞ ഒറ്റ വാക്കിൽ അങ്ങ് വിടുകയാണ്. ഇംഗ്ലീഷിൽ ചില ബൈബിളുകളിൽ ഇറ്റ് ഈസ് ഫിനിഷ്ഡ് എന്ന് എഴുതിയിട്ട് ഒരു ആശ്ചര്യ ചിഹ്നമാണ് കൊടുത്തിരിക്കുന്നത്. സകലതും ഇതുമൂലം നിവൃത്തിയായി. ദൈവത്തിന് സ്തോത്രം. ഉൽപ്പത്തി പുസ്തകം 3:15 വേദപുസ്തകത്തിലെ ആദ്യത്തെ പ്രവചനം കാണാം, സ്ത്രീയുടെ സന്തതി നിന്റെ തല തകർക്കും. അന്നു മുതൽ യേശുവും പിശാചുമായി ഭയങ്കര യുദ്ധത്തിലാകുന്നു. ദൈവത്തിന് സ്തോത്രം. മത്തായിയുടെ സുവിശേഷം 2 നാം കാണുന്നു, യേശു ജനിക്കുന്നതിന് മുമ്പേ ഹെരോദാവിലൂടെ പിശാച് പോരാടി യേശുവിനെ കൊല്ലുവാൻ ശ്രമിച്ചു. മത്തായി 4 ലൂക്കോസ് 4 വായിച്ചാൽ യേശു നേരിട്ട് പിശാചുമായി പരീക്ഷയിൽ ഏർപ്പെടുന്നു. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ദൈവവചനത്തിന്റെ ശക്തിയാൽ യേശു അതിനെയെല്ലാം ജയിച്ചു. വീണ്ടും ലൂക്കോസിൽ പറയുന്ന ഇപ്രകാരമാണ്, 4:13 കുറെ കാലത്തേക്ക് അവൻ വിട്ടുപോകുവാനിടയായി. കുറെ കാലത്തേക്ക് പിശാച് യേശുവിനെ വിട്ടുപോയി. വീണ്ടും മടങ്ങി വന്നത് തൻ അധികമായി സ്നേഹിച്ചവരിലൂടെയാണ്. ദൈവത്തിന് സ്തോത്രം. യാക്കോബ്, യോഹന്നാൻ, പത്രോസ് ഇവരിലൊക്കെ കൂടെ യേശുവിനോട് പല പ്രാവശ്യം പിശാച് പോരാടുവാനിടയായി. അതെല്ലാം മനസ്സിലാക്കി യേശു ആ പിശാചിനെ, സാത്താനെ എല്ലാം അകറ്റി അവസാനം ക്രൂശിൽ കിടക്കുമ്പോൾ അവസാന ആയുധവും പിശാച് എടുത്തു. നീ ദൈവപുത്രനെങ്കിൽ താഴേക്ക് ഇറങ്ങി വാ. ദൈവത്തിന് സ്തോത്രം. ഗലീലയുടെ തെരുവുകളിൽ കൂടി നടന്ന് എന്തെല്ലാം അത്ഭുതങ്ങൾ ചെയ്തു. കുരുടനെ കാണുമാറാക്കി, ചെകിടനെ കേൾക്കുമാറാക്കി, ഊമനെ സംസാരിപ്പിച്ചു, മരിച്ച എത്രയോ പേരെ ഉയർപ്പിച്ചു. അപ്പോഴൊന്നും അവർക്ക് വിശ്വസിക്കേണ്ട. ദൈവപുത്രനെന്ന് ക്രൂശിൽ കടന്നപ്പോൾ വെല്ലുവിളിക്കുകയാണ്, ദൈവപുത്രനെങ്കിൽ ഇറങ്ങി വാ. ദൈവത്തിന് സ്തോത്രം. യെശയ്യാവ് വളരെ മനോഹരമായി പറയുന്നു 31:4 വാക്യത്തിൽ, സൈന്യങ്ങളുടെ യഹോവ യുദ്ധം ചെയ്യുവാൻ ഇറങ്ങി വരുന്നത് എങ്ങനെയാണ്? സിംഹമോ ബാലസിംഹമോ ഈര കണ്ടു മുരളുമ്പോൾ അതിന്റെ നേരെ എത്ര ഇടയന്മാരെ കൂട്ടിവരുത്തിയാലും അതിന്റെ കൂക്കുവിളി ഒന്നും കണ്ട് പേടിക്കാതെ, അതിന്റെ ശബ്ദകോലാഹലങ്ങൾ ഒന്നും കണ്ട് ഒരു സിംഹം കുലുങ്ങി പോകുകയില്ല. അവന്റെ ദൃഷ്ടിയിൽ ഒരു ഇര മാത്രമാണ്. ദൈവത്തിന് സ്തോത്രം. യേശു കാൽവറിയിൽ തൂങ്ങിക്കിടന്നത് സിംഹസമാനമാണ്. ദൈവത്തിന് സ്തോത്രം. സിംഹസമാനം തൂങ്ങിക്കിടന്നത് എനിക്കും നിങ്ങൾക്ക് വേണ്ടിയാണ്. ദൈവപുത്രൻ എന്ന് അപ്പോൾ തെളിയിക്കാനല്ല, പിന്നീട് തെളിയിക്കാൻ വേണ്ടിയാണ്. ദൈവത്തിന് സ്തോത്രം. അതോടുകൂടി പിശാച് ആയുധവർഗം വെക്കുവാനിടയായി. കൊലോസ്യ ലേഖനം 2:14-15 നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വിഷയമാണ്. 2:15 വായിച്ചാൽ, വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ചു ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായ കാഴ്ചയാക്കി. ദൈവത്തിന് സ്തോത്രം. വാഴ്ചകളെ അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ചു. ആ വാക്കിന് പകരം മനോഹരമായി തമിഴിൽ പറഞ്ഞിരിക്കുന്നു ഉരിന്തുകൊണ്ട്, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ സ്പോയിൽഡ്. ദൈവത്തിന് സ്തോത്രം. എന്താണ് അതിന്റെ അർത്ഥം? യേശു പൂർണ്ണമായി പിശാചിന്റെ, മനുഷ്യകുലത്തെ കൊന്നുമുടിക്കാനുള്ള പിശാചിന്റെ സകല അധികാരങ്ങളെയും സകല ആയുധങ്ങളെയും യേശു പിടിച്ചു വാങ്ങി, അല്ലെങ്കിൽ ഉരിഞ്ഞു കളഞ്ഞു. ദൈവത്തിന് സ്തോത്രം. എന്ന് പറഞ്ഞാൽ സാധാരണയായി ജയാളികളായി തീരുന്നവർ, പണ്ടത്തെ ഭരണകൂടത്തിൽ അങ്ങനെ ഒരു കസ്റ്റം, അങ്ങനെ ഒരു പാരമ്പര്യമുണ്ടായിരുന്നു. ജയാളികളായി തീരുന്നവർ തോൽക്കുന്നവരുടെ കയ്യിൽ നിന്ന് ഇതെല്ലാം പിടിച്ചു വാങ്ങും. പൗലോസ് ഈ വാക്യം കൊലോസ്യർക്ക് എഴുതുമ്പോൾ അതിന്റെ പിന്നിൽ അതിന്റെ ചരിത്രമുണ്ട്. വിശുദ്ധ പൗലോസ് കൊലോസ്യർക്ക് ഈ ലേഖനം എഴുതുമ്പോൾ അന്ന് കൊലോസ് പട്ടണത്തിൽ, അന്ന് റോമൻ ഭരണകൂടത്തിന് അത് അടിമകളായിരുന്നു, അല്ലെങ്കിൽ കീഴടങ്ങിയിരുന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ റോമാപുരി മറ്റൊരു പട്ടണവുമായി യുദ്ധം ചെയ്തു കഴിഞ്ഞാൽ ഈ റോമാപുരിയുടെ സൈന്യാധിപൻ മറ്റൊരു പട്ടണത്തെ സൈന്യാധിപനെ കീഴടക്കി കഴിഞ്ഞാൽ എന്താണ് ചെയ്യുന്നത്? ആ തോറ്റ സൈന്യാധിപനെ കയ്യോടെ പിടിച്ച് റോമൻ പട്ടണത്തിൽ കൊണ്ടുവന്ന് ഒന്നാമത് അവന്റെ യൂണിഫോം ഒന്ന് അടിമുടി നോക്കിയിട്ട്, ഒന്നാമത് അവന്റെ തോളിലുള്ള രണ്ട് തോളിലുമുള്ള മുദ്രകൾ, ദൈവത്തിന് സ്തോത്രം, ഇരു തോളിലുമുള്ള മുദ്രകൾ, അല്ലെങ്കിൽ ആർമിയുടെ ഭാഷയിൽ പറഞ്ഞാൽ ഫ്ലാഗ്സ്, ദൈവത്തിന് സ്തോത്രം, ആ മുദ്രകളും
അതുപോലെ കഴിഞ്ഞ നാളുകളിൽ പല യുദ്ധങ്ങളൊക്കെ ജയിച്ച് പല റെക്കോർഡുകളൊക്കെ ആ സൈന്യത്തിൽ ചെയ്തുകൊണ്ട് നെഞ്ചത്ത് മാർവിടത്ത് പതിപ്പിച്ചിരിക്കുന്ന പതക്കങ്ങൾ, ദൈവത്തിന് സ്തോത്രം. ഒന്നാമത് ഈ മുദ്രകൾ എടുക്കും, പിന്നെ ഈ പതക്കങ്ങൾ എടുക്കും. മൂന്നാമത് ആ തോറ്റ സൈന്യാധിപന്റെ കയ്യിൽ അവൻ സൈന്യാധിപനാന്ന് അറിയിക്കേണ്ടതിന് ഒരു വടിയുണ്ട്, ആ കോലെടുക്കും. നാലാമത് അവന്റെ തൊപ്പിയെടുക്കും. അഞ്ചാമത് അവന്റെ യൂണിഫോം അതുപോലെ ഊരിക്കളഞ്ഞ് ഒരു സാധാരണ മനുഷ്യന്റെ വസ്ത്രം ധരിപ്പിച്ച്, ദൈവത്തിന് സ്തോത്രം, റോമാപുരിയിലെ രാജാവ് കയറുന്ന രഥത്തിൽ ഈ റോമാപുരിയുടെ സൈന്യാധിപൻ കയറിയിരുന്നിട്ട് പുറകിൽ ഈ തോറ്റ സൈന്യാധിപൻ ഒരു തോറ്റവനെ പോലെ തന്നെ കൈ രണ്ടും കെട്ടി തലകുനിച്ച് ഒരു സാധാരണ മനുഷ്യന്റെ വസ്ത്രത്തിൽ പട്ടണം മുഴുവൻ ചുറ്റണം. ഇത് കാണുന്നവരെല്ലാം കൈയടിച്ചാർക്കുവാനിടയായിത്തീരും. ദൈവത്തിന് സ്തോത്രം. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ ജയോത്സവം മുഴക്കിയത് എങ്ങനെയാകുന്നു? പിശാച് നിന്റെ ജീവിതത്തിൽ, ശരീരത്തിൽ, കുടുംബത്തിൽ, നിന്റെ സഭയിൽ പോരാടിക്കൊണ്ടിരുന്ന് തന്റെ ആയുധം നിന്റെ ജീവിതത്തിൽ പല വിധത്തിൽ പ്രവർത്തിക്കുവാൻ ശ്രമിക്കുന്നുവെങ്കിലും ഈ വചനത്തെ നമ്മുടെ ബഹുമാനപ്പെട്ട ചീഫ് പാസ്റ്റർ ഏത് കൺവെൻഷന് വന്നാലും എടുത്തെടുത്ത് പറയുന്ന ഒരു വാക്യമാണിത്. ദൈവത്തിന് സ്തോത്രം. വാഴ്ചകളെ അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ചു, അല്ലെങ്കിൽ ഉരിഞ്ഞു കളഞ്ഞു. പിശാചിന്റെ സകല ആയുധവർഗവും പിടിച്ചു വാങ്ങി അധികാരം ഇപ്പോൾ ആരുടെ കയ്യിലാണ്? യേശുവിന്റെ കയ്യിലാണ്. ദൈവത്തിന് സ്തോത്രം. ആ അധികാരമാണ് പ്രിയമുള്ളവരെ അവൻ നമുക്ക് നൽകുന്നത്. അത് നാം ഏറ്റു പറഞ്ഞു കഴിഞ്ഞാൽ, എന്റെ യേശുവിന്റെ കാൽവറി മുഖാന്തരം, എന്റെ യേശുവിന്റെ കാൽവറിയിൽ മുഴക്കിയ ജയോത്സവ മുഖാന്തരം എനിക്ക് ജയമുണ്ടെന്ന് ഏറ്റു പറയുക മാത്രമല്ല, പിശാചിന്റെ തന്ത്രങ്ങളോടുകൂടി നാം എതിർത്ത് നിൽക്കേണ്ടതിന് എഫേസ്യ ലേഖനം 6:11 വായിക്കുന്നത് പോലെ ദൈവത്തിന്റെ സർവായുധ വർഗം, ദൈവത്തിന് സ്തോത്രം, വിശ്വാസം, സത്യം, ഇങ്ങനെ ഓരോരോ സ്വഭാവങ്ങൾ, സമാധാന സുവിശേഷം, പിന്നെ ആത്മാവിന്റെ വാള്, ഇങ്ങനെ അനേക കാര്യങ്ങൾ അവിടെ നാം കാണുന്നു. അതെല്ലാം നാം അണിഞ്ഞുകൊണ്ടാൽ നിശ്ചയമായും നമുക്ക് ജയമുണ്ടാകും. അവസാനമായി, അഞ്ചാമതായി, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പുനരുത്ഥാനം നിമിത്തം മരണത്തിന്മേൽ ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പുനരുത്ഥാനം നിമിത്തം മരണത്തിന്മേൽ ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. വാസ്തവത്തിൽ ഈ ക്രൂശിന് ഇത്രയും മഹത്വം ഉണ്ടായതിന്റെ പിന്നിലെ കാരണം എന്താണെന്നറിയാമോ? യേശുവിന്റെ പുനരുത്ഥാനം കൊണ്ടാണ്. ദൈവത്തിന് സ്തോത്രം. എന്ന് പറഞ്ഞാൽ കാൽവറിക്ക് മുമ്പും കാൽവറിക്ക് ശേഷവും ആയിരക്കണക്കിന് പേരെ റോമൻ ഭരണകൂടം കൊന്നൊടുക്കുവാനിടയായി. ദൈവത്തിന് സ്തോത്രം. അവരെയൊക്കെ ക്രൂശിക്കുവാനിടയായി. പക്ഷെ ആ ക്രൂശിനൊന്നും മഹത്വം ഉണ്ടായില്ല. കാരണം എന്താണ്? ഉയർത്തു വന്നവന്റെ ഒരു കല്ലറ, തുറക്കപ്പെട്ട ഒരു കല്ലറ ഉണ്ടായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഇതുവരെയും മനുഷ്യന്റെ ജീവചരിത്രത്തിൽ, ലോക ചരിത്രത്തിൽ ഒരു കല്ലറ മാത്രമേ തുറന്നു കിടപ്പുള്ളൂ. ദൈവത്തിന് സ്തോത്രം. ആ കല്ലറ തുറന്നത് കൊണ്ടാകുന്നു യേശു ക്രിസ്തുവിന്റെ ക്രൂശിന് മഹത്വം ഉണ്ടായത്. ദൈവത്തിന് സ്തോത്രം. മത്തായിയുടെ സുവിശേഷത്തിലും മർക്കോസിന്റെ സുവിശേഷത്തിലും ലൂക്കോസിന്റെ സുവിശേഷത്തിലും ഒറ്റേ വാക്യം കാണുന്നു. മത്തായി 28:6, മർക്കോസ് 16:6, ലൂക്കോസ് 24:6, എല്ലായിടത്തും 6-ാം വാക്യമാണ്. എന്താണെന്ന് അറിയില്ല. ദൈവത്തിന് സ്തോത്രം. 6-ാം വാക്യത്തിൽ എന്താണ് എഴുതിയിരിക്കുന്നത്? അവൻ ഇവിടെ ഇല്ല, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്നുള്ള സത്യം നാം മനസ്സിലാക്കിയാൽ പോരാ, ആ പുനരുത്ഥാനത്തിന്റെ ശക്തി നമ്മിൽ വ്യാപരിക്കണം. 1 യോഹന്നാൻ 15-ാം അധ്യായത്തിലേക്ക് കടന്നു വന്നാൽ, യേശു ഉയർത്തെഴുന്നേറ്റില്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചേനെ? ഒരു 10 കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. വിശദീകരിക്കുവാൻ സമയമില്ല, പെട്ടെന്ന് പറഞ്ഞുവിടാം. ദൈവത്തിന് സ്തോത്രം. യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റില്ലായിരുന്നുവെങ്കിൽ 1 കൊരിന്ത്യർ 15:12-13 നമ്മുടെ പുനരുത്ഥാനത്തെ പറ്റി യാതൊരു ഉറപ്പും നമുക്ക് ലഭിക്കുകയില്ലായിരുന്നു. ദൈവത്തിന് സ്തോത്രം. 14-ാം വാക്യം, നമ്മൾ ഈ സുവിശേഷ മീറ്റിംഗ് വെച്ചതുകൊണ്ടോ നിങ്ങൾ വിശ്വാസികളെന്ന് പറഞ്ഞു വന്നതുകൊണ്ടോ യാതൊരു ഫലവുമില്ല, അത് വ്യർത്ഥമാകുന്നു. ദൈവത്തിന് സ്തോത്രം. 3:15-ാം വാക്യത്തിൽ കാണുന്നു, ഞങ്ങൾ ദൈവത്തിന് വിരോധമായി കള്ളസാക്ഷ്യം പറയുകയാണെന്ന് വരും. ദൈവത്തിന് സ്തോത്രം. 4:17-ാം വാക്യത്തിൽ പറയുന്നു, ഇന്നും നാം നമ്മുടെ പാപങ്ങളിൽ തന്നെ ഇരിക്കുകയാകുന്നു. 5:18-ാം വാക്യത്തിൽ വായിക്കുന്നു, മരിച്ചവരെല്ലാം നശിച്ചുപോയി, ഇനി ഒരിക്കലും അവരെ കാണുവാൻ കഴിയാതെ എന്നേക്കും അവർ തിരശ്ശീലയ്ക്കുള്ളിൽ മറഞ്ഞു പോകുമായിരുന്നു. ദൈവത്തിന് സ്തോത്രം. 7:19-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു, നാം പ്രത്യാശ ഇല്ലാത്തവരാകുമായിരുന്നു. 8:19-ാം വാക്യത്തിൽ വീണ്ടും പറയുന്നു, ഈ ലോകത്തിലേക്കും ഏറ്റവും അരിഷ്ടന്മാര് നാം ആകുമായിരുന്നു. 9:30-32 വായിച്ചാൽ, നാം പ്രാണഭയത്തിലാകുന്ന എന്തിന്?
ദൈവത്തിന് സ്തോത്രം. പ്രാണഭയമില്ലാതെ മൂഢന്മാരെ പോലെ ഭോഷന്മാരെ പോലെ ഈ ലോകത്തിൽ ജീവിക്കാമായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവഭയമില്ലാതെ ജീവിക്കാമായിരുന്നു. എന്നാൽ 10-ാമത് 50-ാം വാക്യം മുതൽ 56-ാം വാക്യം വരെ വായിച്ചാൽ എഴുതപ്പെട്ടിരിക്കുന്ന സകല വാഗ്ദത്തങ്ങളും സകല പ്രവചനങ്ങളും എല്ലാം നിഷ്ഫലമാകുമായിരുന്നു. ദൈവത്തിന് സ്തോത്രം. യേശു ഉയർത്തെഴുന്നേറ്റിട്ടില്ലായിരുന്നെങ്കിൽ ഈ 10 നഷ്ടം സംഭവിക്കുമായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ക്രിസ്തുവിന്റെ ഉയർപ്പ് ഒരു രാത്രിയുടെ അന്ധകാരം മാറ്റി അടുത്ത ദിവസം പ്രഭാതത്തിൽ സൂര്യൻ ഉദിച്ചു വരുന്നത് പോലെയായിരുന്നു. ക്രിസ്തുവിന്റെ അനുയായികൾക്ക് മരണ ദുഃഖത്തിന്റെ അർദ്ധരാത്രി മാറി ഒരു കൂടിച്ചേരലിന്റെ സൂര്യോദയമായി മാറി. ദൈവത്തിന് സ്തോത്രം. അവർക്ക് അധൈര്യത്തിന്റെ അന്ധകാരം മാറി ധൈര്യത്തിന്റെയും സന്തോഷത്തിന്റെയും പ്രഭാതമായി മാറി. ദൈവത്തിന് സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ പുനരുത്ഥാനം ഭയത്തിന്റെയും സംശയത്തിന്റെയും അർദ്ധരാത്രിയെ മാറ്റി പൂർണ്ണമായ സമാധാനത്തിന്റെയും ഉറപ്പിന്റെയും സൂര്യോദയമാക്കി മാറ്റി. സഹോദര സഹോദരി, ജീവിതത്തിൽ പ്രത്യാശയ്ക്ക് വകയില്ലാതെ സമാധാനമില്ലാതെ ആയിരിക്കുന്നുവോ? കർത്താവ് നിങ്ങളെ കൈവിട്ടിട്ടില്ല. യേശുവിന്റെ പുനരുത്ഥാനത്തിൽ വിശ്വസിച്ചാട്ടെ. അവസാനമായി ഒരു പ്രധാനപ്പെട്ട വാക്യം കൂടെ വായിക്കാം. എബ്രായ ലേഖനം 2:14. ദൈവത്തിന് സ്തോത്രം. മക്കൾ ജഡരക്തങ്ങളോടുകൂടിയവർ ആകൊണ്ട് മക്കൾ മരണത്തിന്റെ അധികാരിയായി അവിടെ തൊട്ട് മാത്രം വായിച്ചാട്ടെ. മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയാൽ മരണഭീതിയിൽ അടിമകളായിരുന്നവരെയൊക്കെയും വിടുവിച്ചു എന്ന് പറഞ്ഞാൽ ദൈവത്തിന് സ്തോത്രം. കോവിഡ് വന്നപ്പോൾ നമുക്കറിയാം, ഡോക്ടർമാർ പറഞ്ഞു പലരും മരിച്ചത് രോഗം കൊണ്ടല്ല, മരണഭീതി കൊണ്ടാണ്. ദൈവത്തിന് സ്തോത്രം. ആ മരണഭീതിയെ അല്ല ഇവിടെ പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. മരണഭീതിയിൽ അടിമകളായിരുന്നവരെയൊക്കെയും വിടുവിച്ചെന്ന് പറഞ്ഞാൽ സദാകാലവും അവൻ മരണത്തെ നീക്കിക്കളയും. ഇനി മരണമില്ലാത്തൊരവസ്ഥ, തേജസ്സിന്റെ ഒരു ശരീരം അവൻ നമുക്ക് വാഗ്ദത്തം ചെയ്യുകയാണ്. ദൈവത്തിന് സ്തോത്രം. വെളിപ്പാട് പുസ്തകം 21:5 വായിക്കുന്നു, ഇനി മരണം ഉണ്ടാകുകയില്ല. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ മരണത്തെ ജയിക്കുന്ന ഒരു പുനരുത്ഥാനത്തിന്റെ ശക്തി നമ്മിൽ വ്യാപരിക്കണം. ദൈവത്തിന് സ്തോത്രം. അവസാന വിഷയത്തിലേക്ക് നമുക്ക് കടന്നു വരുമ്പോൾ, എങ്ങനെയാണ് യേശു ഉയർത്തെഴുന്നേറ്റത്? നേരത്തെ സാക്ഷ്യത്തിൽ ഓർപ്പിച്ചതുപോലെ റോമർ 8:11 പരിശുദ്ധാത്മാവിന്റെ ശക്തി മുഖാന്തരമാണ് യേശു ഉയർത്തെഴുന്നേൽക്കപ്പെട്ടതെന്നുള്ളത് സത്യം. പക്ഷെ വാസ്തവത്തിൽ എങ്ങനെ ഉയർത്തെഴുന്നേറ്റത്? റോമർ 1:5 ഒന്ന് പെട്ടെന്ന് വായിച്ചാട്ട്. 1:5 വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവത്തിൽ നിന്ന് ശക്തിയോടെ നിർണയിക്കപ്പെടുകയും. ദൈവത്തിന് സ്തോത്രം. വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവപുത്രൻ എന്ന് ശക്തിയോടെ നിർണയിച്ചു. ദൈവത്തിന് സ്തോത്രം. നേരത്തെ പിശാച് കൂക്ക് വിളിക്കുവാനിടയായി തീർന്നു. യഹൂദന്മാർ പടയാളികളെല്ലാം വിളിച്ചു പറഞ്ഞു, നീ ദൈവപുത്രനെങ്കിൽ ഇറങ്ങി വാ. എന്നാൽ യേശു ഇറങ്ങി വന്നില്ല. എന്തുകൊണ്ട്? അവനറിയാം 3-ാം നാളിൽ അവൻ ഉയർത്തെഴുന്നേൽക്കും. എങ്ങനെ? വിശുദ്ധിയുടെ ആത്മാവ് കൊണ്ട്. നാമും മരണത്തെ ജയിക്കണമെങ്കിൽ ഈ വിശുദ്ധിയുടെ ആത്മാവ് നമുക്ക് ആവശ്യം. വിശുദ്ധിയുടെ ആത്മാവും പരിശുദ്ധാത്മാവും തമ്മിൽ നാം തെറ്റിദ്ധരിക്കുവാൻ പാടില്ല. ദൈവത്തിന് സ്തോത്രം. പരിശുദ്ധാത്മാവെന്ന് പറഞ്ഞാൽ ഹോളി സ്പിരിറ്റ്. വിശുദ്ധിയുടെ ആത്മാവെന്ന് പറഞ്ഞാൽ സ്പിരിറ്റ് ഓഫ് ഹോളിനെസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആത്മാവ് വിശുദ്ധമായി തീരണം. ദൈവത്തിന് സ്തോത്രം. നാം ഈ ലോകത്തിൽ മരണത്തോടുകൂടി അവസാനിക്കുമ്പോൾ സഭാപ്രസംഗയിൽ വായിക്കുന്നത് പോലെ 12:7 കാണുന്നു, പൊടി വണ്ടായിരുന്നത് പോലെ പൊടിയിലേക്ക് മടങ്ങിച്ചേരും. ആത്മാവ് അതിനെ നൽകിയ ദൈവത്തിന്റെ അടുക്കലേക്ക് മടങ്ങിപ്പോവും. ദൈവത്തിന്റെ അടുക്കൽ കൊടുക്കണമെങ്കിൽ വിശുദ്ധനായ ദൈവത്തിന്റെ അടുക്കൽ കൊടുക്കണമെങ്കിൽ വിശുദ്ധമായ ആത്മാവ് ഉണ്ടായേ കഴിയൂ. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരനും എല്ലാവരും തന്റെ ആത്മാവിനെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നത്. 31-ാം സങ്കീർത്തനം 5-ാം വാക്യം സങ്കീർത്തനക്കാരൻ പറയുന്നു, കർത്താവേ, എന്റെ ആത്മാവിനെ ഞാൻ തൃക്കൈയിൽ തരുന്നു. ആമേൻ. 1-ാം നൂറ്റാണ്ടിലെ ഒന്നാമത്തെ രക്തസാക്ഷിയായ സ്തേഫാനോസ് പ്രകാരം പറയുന്നു, അപ്പോസ്തല പ്രവൃത്തി 7:59, എന്റെ ആത്മാവിനെ ഞാൻ തൃക്കരങ്ങളിൽ തരുന്നു. യേശുവും മരിക്കുമ്പോൾ തൃക്കൈയിൽ പിതാവിന്റെ കയ്യിൽ ആത്മാവിനെയാണ് ഭരമേൽപ്പിച്ചത്. ദൈവത്തിന് സ്തോത്രം. വിശുദ്ധമായ ഒരു ആത്മാവിന് മാത്രമേ എന്ന് പറഞ്ഞാൽ എത്രയോ ജഡീക സ്വഭാവങ്ങൾ എനിക്കും നിങ്ങൾക്കുമുണ്ട്. ജയം പ്രാപിച്ചതുകൊണ്ട്, വിശുദ്ധനായി തീർന്നതുകൊണ്ട് ഇവിടെ നിന്ന് പ്രസംഗിക്കുകയല്ല. വിശുദ്ധന്മാർ പറഞ്ഞുകൊണ്ട് അനുസരിക്കുന്നുകൊണ്ട് മാത്രം കയറി നിന്നുവെന്നേ ഉള്ളൂ. ദൈവത്തിന് സ്തോത്രം. എന്റെ ആത്മാവിനെ എത്രയോ വിശുദ്ധമാകാനിരിക്കുന്നു. കോപം, മോഹം, ഇച്ഛ, അതുപോലെ എന്തെല്ലാം ജഡീക സ്വഭാവങ്ങൾ ഇനിയും എന്നിൽ കാണുന്നു, അതെല്ലാം മാറി വിശുദ്ധനാകുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. അവസാനമായി 1 കൊരിന്ത്യർ 15-ാം അധ്യായം 54 നാം വായിക്കുന്നു. മലയാളത്തിൽ മരണം 15:54. മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. മരണം നീങ്ങി ജയം
വന്നിരിക്കുന്നു. മറ്റു പല ഭാഷയിലും ഇംഗ്ലീഷിലും തമിഴിലൊക്കെ മരണത്തെ ജയം വിഴുങ്ങിക്കളഞ്ഞു. ദൈവത്തിന് സ്തോത്രം. എന്ന് പറഞ്ഞാൽ നമ്മുടെ മർത്യ ശരീരത്തിലുള്ള മരണത്തെ പരിഹരിക്കുവാൻ വേണ്ടി ദൈവത്തിന് സ്തോത്രം ഒരു ഉയർപ്പിന്റെ ശരീരം ദൈവം നമുക്ക് വെച്ചിരിക്കുന്നു. ഈ അധ്യായം മൊത്തവും പറയുന്നത് അതാകുന്നു. ദ്രവത്വത്തിൽ വിതയ്ക്കപ്പെടുന്നത് അദ്രവത്വത്തിൽ ഉയർക്കുമെന്നും അപമാനത്തിൽ വിതയ്ക്കപ്പെടുന്നത് തേജസ്സിൽ ഉയർക്കുമെന്നും ദൈവത്തിന് സ്തോത്രം ബലഹീനതയിൽ വിതയ്ക്കപ്പെടുന്നത് ശക്തിയിൽ ഉയർക്കുമെന്നും പ്രാകൃത ശരീരം വിതയ്ക്കപ്പെടുമ്പോൾ ആത്മീക ശരീരം ഉയർക്കുന്നുവെന്ന് നാം എല്ലാവരും ഒന്ന് കണ്ണടച്ചാട്ടെ. ഹല്ലേലൂയ. മുഴങ്കാൽ മടക്കിയാട്ടെ. ദൈവത്തിന് സ്തോത്രം. വിഷയത്തിൽ നിന്ന് മാറിപ്പോകാനല്ല, എങ്കിലും ഒരു കാര്യം കൂടി ഒന്ന് ഓർപ്പിച്ചുകൊള്ളട്ടെ. എല്ലാവരും കണ്ണടച്ചാട്ടെ. വേദപുസ്തകം വായിക്കുന്ന ഒരാൾ മാത്രം കണ്ണു തുറന്നാൽ മതി. നെഹമ്യാവിന്റെ പുസ്തകത്തിൽ ഒരു 5 ചോദ്യങ്ങൾ നാം കാണുന്നു. 4-ാം അധ്യായം 2-ാം വാക്യത്തിൽ 5 ചോദ്യങ്ങൾ കാണുന്നു. അതൊരു ദൈവ പൈതലിനോടുള്ള ചോദ്യമാകാം, അല്ലെങ്കിൽ ഒരു പഴയ വിശ്വാസിയോടായിരിക്കാം, ഒരു കർത്താവിന്റെ ശുശ്രൂഷകനോടായിരിക്കാം, ദൈവസഭയോട് മൊത്തത്തിലുള്ള ചോദ്യമായിരിക്കാം. ആ ചോദ്യം മാത്രം ഒന്ന് വായിച്ചാട്ടെ. ഈ ദുർബലന്മാരായ യഹൂദന്മാർ എന്ത് ചെയ്യാൻ പോകുന്നു? 2, അവരെ സമ്മതിക്കുമോ? 2, അവരെ സമ്മതിക്കുമോ? 3, അവർ യാഗം കഴിക്കുമോ? 4, ഒരു ദിവസം കൊണ്ട് പണി തീർത്തു കളയുമോ? 4, ഒരു ദിവസം കൊണ്ട് അവർ പണി തീർത്തു കളയുമോ? അഞ്ചാമത്തെ ചോദ്യമാണ് വിശേഷതയുള്ള ശത്രുവിന്റെ ചോദ്യം. ദൈവത്തിന് സ്തോത്രം. വെന്ത് കിടക്കുന്ന ചണ്ടിക്കൂമ്പാരങ്ങളിൽ നിന്ന് അവർ കല്ല് ജീവിപ്പിക്കുമോ? ദൈവത്തിന് സ്തോത്രം. സഹോദര സഹോദരി, കണ്ണുകളെ അടച്ചാട്ടെ. എന്തുകൊണ്ട് ഈ ചോദ്യങ്ങൾ ഇപ്പോൾ പറഞ്ഞെന്ന് ചോദിച്ചാൽ, നിന്റെ ജീവിതത്തിൽ ശത്രു ചോദിച്ചുകൊണ്ടിരിക്കാം. ഹല്ലേലൂയ. നിന്റെ ജീവിതത്തിന്റെ മതിലുകളെ പണിയുന്നതിന് തടസ്സമായി നീ പ്രവാസത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ട് വരുമ്പോൾ ശത്രു നിന്നോട് പല ചോദ്യങ്ങൾ ചോദിച്ചേക്കാം. ഇതിലേതെങ്കിലും ഒന്ന് ആമേൻ അതിൽ ഉൾപ്പെട്ടിരിക്കാം. ദൈവത്തിന് സ്തോത്രം. ഒരു ദിവസം കൊണ്ട് പണി തീർത്തു കളയുമോ? നീ ദുർബലനല്ലേ? നീ എങ്ങനെ പണിയും? ദൈവസഭയോട് ചോദിക്കുകയാണ്. വെന്ത് കിടക്കുന്ന ചണ്ടിക്കുമ്പാരിൽ നിന്ന് അവർ കല്ല് ജീവിപ്പിക്കുമോ? സധൈര്യമായി കരങ്ങളെ ഉയർത്തിയാട്ടെ. ഉത്തരം നെഹമ്യാവിന്റെ പുസ്തകത്തിൽ തന്നെ കാണുന്നു. 4-ാം അധ്യായം 13 നെഹമ്യാവ് എല്ലാവരെയും ധൈര്യപ്പെടുത്തുകയാണ്. വലിയവനും ഭയങ്കരനുമായ ദൈവത്തെ ഓർത്ത് നിങ്ങൾ നമുക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി പൊരുതുവീൻ, സഭയ്ക്ക് വേണ്ടി പൊരുതുവീൻ. ഉത്തരം 2-ാം അധ്യായം 20 പറഞ്ഞിട്ടുണ്ട്. പഴയ നിയമത്തിലെ ഉത്തരവും നാം കാണുന്നു, പുതിയ നിയമത്തിലെ ഉത്തരവും നാം കാണുന്നു. പഴയ നിയമത്തിലെ ഉത്തരം നെഹമ്യാവ് 2:20 വായിക്കുന്നു. അതിന് ഞാൻ അവരോട്, സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിക്കും. ഇന്ന് ശത്രുവിനോട് ഉത്തരം പറഞ്ഞിട്ട് വേണം മടങ്ങിപ്പോകാൻ. പഴയ നിയമത്തിലെ ഉത്തരം അതാണെങ്കിൽ പുതിയ നിയമത്തിലെ ഉത്തരം ഇതാകുന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വർഗത്തിലെ ദൈവം നമുക്ക് കാര്യം സാധിപ്പിക്കും. ഹല്ലേലൂയ. ആരെല്ലാം ഈ വേലയ്ക്ക് തടസ്സമായി പോരാടിയാലും, ഈ കൊളക്കട വേലയ്ക്കും ദൈവത്തിന്റെ കർത്താവിന്റെ നാമത്തിൽ ഒരു ഉയർച്ച ഉണ്ടാകുവാൻ ഇടവരട്ടെ. ശബല കതുര. നിങ്ങളുടെ കുടുംബ ജീവിതത്തിലും, നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിലും, നിങ്ങളുടെ സഭാ ജീവിതത്തിലും ഉത്തരം പറഞ്ഞാട്ടെ. കർത്താവ് വിശ്വസ്തനാണ്. ഹല്ലേലൂയ. എല്ലാവരും സ്തോത്രം പറഞ്ഞുകൊണ്ടിരുന്നാട്ടെ. എല്ലാവരും സ്തോത്രം പറഞ്ഞുകൊണ്ടിരുന്നാട്ടെ. സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിക്കും. ഞങ്ങൾ എഴുന്നേറ്റ് പണിയും. എന്റെ ജീവിതത്തിന്റെ പണിയെ, എന്റെ ശുശ്രൂഷയുടെ പണിയെ, ദൈവസഭയുടെ പണിയെ തീർക്കുവാൻ ഒരു പാതാള ഗോപുരങ്ങൾക്കും സാധ്യമല്ല. മരണത്തിൽ നിന്ന് പുനരുത്ഥാനത്തിന്റെ ശക്തിയിലേക്ക് അവൻ നമ്മെ കരം പിടിച്ചുയർത്തുകയാണ്. കാൽവരി ക്രൂശിൽ മരണമാസ്വദിച്ചു, സാത്താന്റെ തല തകർത്തു. കാൽവരി ക്രൂശിൽ മരണമാസ്വദിച്ചു, ദുഷ്ടനാം സാത്താന്റെ തല തകർത്തു. ജയത്തിൻ ഘോഷം ധ്വനിക്കുന്നവിടെ ജയിച്ചു നാമം വാണിടുമല്ലോ. ജയത്തിൻ ഘോഷം ധ്വനിക്കുന്നവിടെ ജയിച്ചു നാമം വാണിടുമല്ലോ. ഈ ദൈവസ്നേഹത്തെ അഗണ്യമാക്കലേ, നിന്നെ പുത്രനാക്കിടും അവകാശം നൽകുവാൻ. ഈ ദൈവസ്നേഹത്തെ അഗണ്യമാക്കലേ, നിന്നെ പുത്രനാക്കിടും അവകാശം നൽകുവാൻ. കാൽവരി ക്രൂശിൽ മരണമാസ്വദിച്ചു, ദുഷ്ടനാം സാത്താന്റെ തല തകർത്തു. കാൽവരി ക്രൂശിൽ മരണമാസ്വദിച്ചു, ദുഷ്ടനാം സാത്താന്റെ തല തകർത്തു. ജയത്തിൻ ഘോഷം ധ്വനിക്കുന്നവിടെ ജയിച്ചു നാമം വാണിടുമല്ലോ. ജയത്തിൻ ഘോഷം ധ്വനിക്കുന്നവിടെ ജയിച്ചു നാമം വാണിടും.
വാണിടുമല്ലോ. ജയത്തിൻ ഘോഷം ധ്വനിക്കുന്നവിടെ ജയിച്ചു നാമം വാണിടുമല്ലോ. ജയത്തിൻ ഘോഷം ധ്വനിക്കുന്നവിടെ ജയിച്ചു നാമം വാണിടുമല്ലോ. ജയത്തിൻ ഘോഷം ധ്വനിക്കുന്നവിടെ ജയിച്ചു നാമം വാണിടുമല്ലോ. ജയത്തിൻ ഘോഷം ധ്വനിക്കുന്നവിടെ ജയിച്ചു നാമം